അധ്യായം 1. അമരേന്ദ്രൻ പാഞ്ചാല ദേശത്തിന്റെ രാജകുമാരൻ. നാട്ടിലും കേൾവി കേട്ട പാഞ്ചാല മഹാരാജാവ് അരുണേന്ദ്ര രാജന്റെ പുത്രൻ. ദേവന്മാരെ പോലും അമ്പരപ്പിക്കുന്ന പാഞ്ചാല ദേശം ഇനി അമരേന്ദ്രന്റെ കൈകളിൽ. കേവലം 20 വയസ്സ് മാത്രമുള്ള ഈ യുവരാജന്റെ ദൃഢമായ പേശികളും ബലിഷ്ഠമായ ശരീരവും സൗന്ദര്യം തുളുമ്പുന്ന മുഖവും പ്രായത്തിൽ കവിഞ്ഞ പക്വതയും ദേശവാസികളിൽ അത്ഭുതവും വാത്സല്യവും ആരാധനയും. നാളെയാണ് ആസുരി നിർണായകമായ മഹാചക്ര പരീക്ഷ. സകല ദേശങ്ങളും അമരേന്ദ്രനും നാളേക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ്, ജയിക്കാനുള്ള കാത്തിരിപ്പ്. സർവവിജയങ്ങളും തന്റെ മകൻ പുലുകുന്നത് കാണുവാനുള്ള പിതാവ് അരുണേന്ദ്ര മഹാരാജാവിന്റെ കാത്തിരിപ്പ്. സർവോപരി മഹാചക്രപട്ടം തോളിലേന്തി തന്റെ പ്രിയതമയോടുള്ള വാക്ക് നിറവേറ്റാനുള്ള അമരേന്ദ്രന്റെ കാത്ത്. അസ്തമയ സൂര്യൻ അമരേന്ദ്രന്റെ ശിരസിന് ചുറ്റും ചൈതന്യവത്തായ ഒരു തേജോവലയം സൃഷ്ടിച്ചിരുന്നു. ആ യുവകോമളന്റെ മുഖത്തെ അതൊന്നുകൂടി പ്രകാശമാനമാണ്. ഏകദേശം 15 മടങ്ങ് ഭാരം വരുന്ന 2 ഇരുമ്പ് ദണ്ഡുകൾക്ക് നടുവിലാണ് അമരേന്ദ്രൻ ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. വരാനിരിക്കുന്ന മഹാചക്ര പരീക്ഷയ്ക്കുള്ള അവസാന തയ്യാറെടുപ്പുകൾക്കായി പിതാവ് അരുണേന്ദ്രനും മകന്റെ അരികിൽ തന്നെ ഉണ്ടായിരുന്നു. കണ്ണുകളടച്ച് മനസ്സിനെ ഏകാഗ്രമാക്കി അവൻ വലതുഭാഗത്തുള്ള ഇരുമ്പ് തണ്ട് തൊട്ടടുത്തുള്ള നദിയിലേക്ക് തള്ളിയിട്ടു. ആ ശ്രമകരമായ പ്രവൃത്തിക്ക് ശേഷം ഇടതുവശത്തുള്ള ദണ്ടിനരികിലേക്ക് അവൻ നീങ്ങി. ഇടതുവശത്തെ തണ്ടും വളരെ വിജയകരമായി നദിയെ ലക്ഷ്യമാക്കി തള്ളിയിട്ട അമരേന്ദ്രൻ അഭിമാനത്താൽ ഒന്നുകൂടി ജ്വലിച്ചു. ആ ഭഗീരഥ പ്രയത്നത്തിനൊടുവിൽ ശ്വാസം കിട്ടാതെ നിന്ന അവനെ നോക്കിക്കൊണ്ട് പിതാവ് അരുണേന്ദ്രൻ ആവേശത്തോടെ കൈകൾ കൊട്ടി അഭിനന്ദിച്ചു. നാളെ പ്രതിമഹാപീഠത്തിലെ ഇരുമ്പ് ദണ്ടുകളിൽ നിന്റെ കരങ്ങൾ പതിക്കുമ്പോൾ ആകാശത്തു നിന്നും പുഷ്പവൃഷ്ടി ഉണ്ടാവണം. ദേവഗണങ്ങൾ നിന്റെ കഴിവിനെ വാഴ്ത്തിപ്പാടണം. മാലോകരെല്ലാം നിന്റെ അവദാനങ്ങൾ നീട്ടണം. അങ്ങനെ ഈ ദേശത്തിന്റെ പെരുമ നിന്നിലൂടെ ലോകമെങ്ങും പരക്കണം. അരുണേന്ദ്ര മഹാരാജാവ് ആവേശം കൊണ്ട് ജ്വലിച്ചു. തീർച്ചയായും പിതാശ്രീ, നാളത്തെ ദിവസം എന്റേതാണ്. ഒരിക്കൽ കൂടി അങ്ങയുടെ ഈ പുത്രൻ അപരാജിതൻ എന്ന പദവി അലങ്കരിക്കും. അങ്ങയുടെയും പുകഴ്പെറ്റ ഈ ദേശത്തിന്റെയും മഹിമ ഇനിയും കടലുകൾ താണ്ടി അനേകം കാതുകളിൽ പ്രതിധ്വനിക്കും. അമരേന്ദ്രൻ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. അതേസമയം പാഞ്ചാല ദേശത്തിന്റെ ആകാശത്ത് ചന്ദ്രൻ ഉദിച്ചുയരുന്നതിന് തൊട്ടും ഒരു പ്രകാശം മിന്നിമറഞ്ഞു. ഒരു ധൂമകേതുവായിരുന്നു. ഏതു ദേശത്തെ വലയം ചെയ്യുന്നോ ആ ദേശത്തെ ഒന്നടങ്കം ചുട്ടുചാമ്പലാക്കാൻ കെൽപ്പുള്ള ഒരു വാൽനട്ട്. അതിന്റെ ഒളിവീണ ദേശങ്ങളെല്ലാം തന്നെ നശിച്ചു മണ്ണടിഞ്ഞ ചരിത്രമേ ഉള്ളൂ. അപകടകരമായ ആ കാഴ്ച കണ്ട രാജഗുരു ഭയന്ന് വിറച്ച് രാജകൊട്ടാരത്തിലേക്ക് ഓടി. അരുണേന്ദ്ര മഹാരാജാവിനെ എങ്ങനെയും ഈ അപകടസന്ധിയെ പറ്റി ഓർപ്പിക്കാൻ അയാൾ സർവശക്തിയും എടുത്തു പാഞ്ഞു. വഴിയിൽ കണ്ടവരെല്ലാം അയാളെ നോക്കി ചെറുതെടുത്തു. രാജഗുരുവിന് ഇതെന്തു പറ്റി? മഹാരാജാവ് പെട്ടെന്ന് വിളിപ്പിച്ചു കാണുമോ? കാര്യമായി എന്തോ ദുശ്ശകുനം മണക്കുന്നുണ്ടല്ലോ. അരുണേന്ദ്രന്റെ മുന്നിലെത്തിയ പാടെ രാജഗുരു ആയാസപ്പെട്ട് ഉണർത്തിച്ചു. മഹാരാജൻ, ആപത്ത്! ഈ രാജ്യത്തിനാകെ ആപത്ത്! മഹാരാജാവ് ഞെട്ടലോടെയാണ് ആ വാക്കുകൾ കേട്ടത്. സർവശാസ്ത്രങ്ങളും ഹൃദ്യസ്ഥമാക്കിയ ഇദ്ദേഹത്തിന് തെറ്റുപറ്റുകയില്ലല്ലോ. അതൊരു ധൂമകേതുവാണ് മഹാരാജൻ. നമ്മുടെ രാജ്യത്തെ തന്നെ നശിപ്പിക്കാൻ കഴിവുള്ള ഒരു ധൂമകേതു. നമ്മുടെ പൂർവികന്മാരാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പ്രവചിക്കപ്പെട്ട ഈ അപകടത്തെ കണ്ടില്ലെന്ന് നടിക്കാനാവില്ല മഹാരാജൻ. നാളത്തെ മഹാചക്ര പരീക്ഷയെ തീർച്ചയായും ഇത് ദോഷകരമായി ബാധിക്കും. പൂർവികർ പ്രവചിച്ചതൊന്നും ഇന്നേ വരെ വെറുതെ ആയിട്ടില്ല പ്രഭു. രാജഗുരു വിറയലോട് പറഞ്ഞൊപ്പിച്ചു. മഹാരാജാവിന്റെ ഞെട്ടൽ വലിയൊരു ആശങ്കയ്ക്ക് വഴിമാറി. അമരേന്ദ്രൻ സ്തബ്ധനായി അവരെ നോക്കി. ജ്യോതിഷ വിധി പ്രകാരം ഇതിന് വേറെ പ്രതിവിധികളൊന്നും തന്നെയില്ല പ്രഭു. നമ്മൾ ജാഗ്രത പാലിക്കുക മാത്രമാണ് ആകെയുള്ള പോംവഴി. അതുകൊണ്ട് തന്നെ നാളെ നടക്കാൻ പോകുന്ന മഹാചക്ര പരീക്ഷ നിർണായകമാണ്. നമ്മൾ കരുതിയിരിക്കുക തന്നെ വേണം. ഒന്നുകിൽ അമരേന്ദ്രകുമാരൻ ഇതിൽ നിന്ന് പിന്മാറണം. രാജഗുരു ശങ്കിച്ചു പറഞ്ഞു നിർത്തി. അരുണേന്ദ്രൻ ഒന്ന് ഞെട്ടിയെങ്കിലും ആശങ്ക നിറഞ്ഞ സന്ദർഭത്തെ പരമാവധി സംയമനത്തോടെ നേരിടാൻ ശ്രമിച്ചു. അത്രയും നേരം അവരുടെ സംഭാഷണം ശ്രമിച്ചുകൊണ്ടിരുന്ന അമരേന്ദ്രൻ ആത്മവിശ്വാസത്തോടെ നടന്നു വന്ന് ഉറച്ച സ്വരത്തിൽ പ്രഖ്യാപിച്ചു. എന്തിനാണ് ഇങ്ങനൊരു ആശങ്ക? ഇത് വ്യർത്ഥമാണ് രാജഗുരു. അങ്ങയോടുള്ള മുഴുവൻ ബഹുമാനത്തോടും കൂടി തന്നെ പറയട്ടെ, നാളെ എന്നൊരു ദിവസമുണ്ടെങ്കിൽ ഈ അമരേന്ദ്ര യുവരാജാവ് മഹാചക്ര പരീക്ഷയിൽ പങ്കെടുത്തിരിക്കും. യുവരാജൻ,
അങ്ങയുടെ പോരാട്ട വീര്യവും ജയിക്കാനുള്ള ത്വരയും എനിക്ക് മനസ്സിലാവും. പക്ഷേ ഈ ഒരു സന്നിഗ്ധത്തിൽ ഇങ്ങനെ ഒരു സാഹസത്തിന് മുതിരണോ? ഇന്ന് തന്നെ ആലോചിച്ചു. പൂർവ്വ പിതാമഹന്മാരുടെ വാക്കുകൾ ഒന്നും വെറുതെ ആയിട്ടില്ല ഇതുവരെ. ഈ ധൂമകേതു പ്രത്യക്ഷപ്പെട്ട ദേശങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തെന്ന് ഒന്ന് അന്വേഷിച്ചു നോക്കൂ കുമാരൻ. കൂടാതെ അങ്ങയുടെ സമയവും ഇപ്പോൾ ശരിയല്ല. എന്റെ വാക്കുകൾ ഗുരു പറഞ്ഞു തീരുന്നതിന് മുമ്പ് അമരേന്ദ്രൻ ഇടത്തു കയറി പറഞ്ഞു. രാജഗുരു, അങ്ങയുടെ മുന്നറിയിപ്പിന് നന്ദി. പക്ഷേ നാളത്തെ ദിവസം എനിക്ക് നിർണായകമാണ്. അതിലിനി ഒരു സംസാരവുമില്ല. നാളെ എനിക്ക് പങ്കെടുക്കാതിരിക്കാൻ കഴിയില്ല ഗുരു. എന്നെ നിർബന്ധിക്കരുത്. എന്നോട് ക്ഷമിക്കൂ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഈ രാജ്യത്തിന്റെയും ഇവിടുത്തെ ജനങ്ങളുടെയും ക്ഷേമം മാത്രമാണ് എന്റെ മനസ്സിൽ. എന്റെ കടമ നിറവേറ്റി എന്ന് മാത്രം. അത് കേൾക്കണോ തള്ളിക്കളയണോ എന്നെല്ലാം അങ്ങേക്ക് നിശ്ചയിക്കാം. വിധിയെ ആർത്ത് നടത്താനാവും. ഒരു ലോകതത്വം പറഞ്ഞു നിർത്തി രാജഗുരു വിഷമത്തോടെ തിരിഞ്ഞു നടന്നു. അമരേന്ദ്ര, ചിന്തിച്ചു മാത്രം പ്രവർത്തിക്കേണ്ട സമയമാണിത്. എടുത്തു ചാടി ഒരു തീരുമാനത്തിലേക്ക് എത്തരുത്. നിന്നെയും ഈ രാജ്യത്തെയും ഒരുപോലെ ബാധിക്കുന്ന വിഷയമാണ്. നിന്നെ ഉപദേശിക്കാനോ ശാസിക്കാനോ ഒരു പിതാവെന്ന നിലയിൽ ഞാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. എങ്കിലും ഒന്നുകൂടി ആലോചിക്കൂ. നിനക്ക് ശരിയെന്ന് തോന്നുന്ന തീരുമാനമെടുത്തു. മഹാരാജാവ് മകനോടായി പറഞ്ഞു. ഇല്ലച്ചാ, ഞാൻ നല്ലവണ്ണം ആലോചിച്ചെടുക്കുന്ന തീരുമാനമാണ്. അങ്ങ് എന്റെ കൂടെ തന്നെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. നാളത്തെ മഹാചക്ര പരീക്ഷ വിജയിച്ച് വാസുകിയുടെ കൈപിടിക്കാമെന്ന് ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തതാണ്. ആ വാക്ക് എനിക്ക് പാലിച്ചേ മതിയാകും. അങ്ങന്റെ തീരുമാനത്തെ മാനിച്ച് ആശീർവദിക്കാം. അമരേന്ദ്രൻ പിതാവിനെ വണങ്ങി പിൻവാങ്ങി. മകന്റെ ആത്മവിശ്വാസത്തിൽ അഭിമാനം കൊണ്ട അരുണേന്ദ്ര മഹാരാജാവിന് പക്ഷേ സമാധാനമായി നിദ്രയിലേക്ക് വീഴാൻ ഒരുപാട് സമയമെടുത്തു. രാജഗുരുവിന്റെ മുന്നറിയിപ്പിനെ വെറുതെ തള്ളിക്കളയാനും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അത് അദ്ദേഹത്തെ കൂടുതൽ ആശങ്കകളിലേക്ക് വഴിതിരിച്ചു വിട്ടുകൊണ്ടിരുന്നു. അങ്ങനെ രാത്രിയുടെ യാമങ്ങളിൽ എപ്പോഴോ ആണ് അദ്ദേഹത്തെ നിദ്ര പുൽകിയത്. പിറ്റേന്ന് നേരം പുലർന്നത് തന്നെ മത്സരാവേശത്തോടെയാണ്. മഹാചക്ര പരീക്ഷയ്ക്കായി നിരവധി പേരാണ് രാജാങ്കണത്തിൽ ഒത്തുകൂടിയിരിക്കുന്നത്. മഹാചക്ര പരീക്ഷയിൽ പങ്കെടുക്കാൻ എത്തിയവരാലും കണ്ടാസ്വദിക്കാൻ എത്തിയവരാലും മൈതാനം നിറഞ്ഞു കവിഞ്ഞിരുന്നു. ആവേശത്തിമിർപ്പിൽ ആറാടിയിരുന്ന ജനങ്ങൾക്ക് മുന്നിലേക്ക് അരുണേന്ദ്ര മഹാരാജാവ് നടന്നെടുത്തു. മഹാരാജാവിനെ കണ്ടുപിടിച്ച ജനക്കൂട്ടത്തിനിടയിലൂടെ നടന്ന് അദ്ദേഹം വിശിഷ്ട വ്യക്തികൾക്കായി ഒരുക്കിയ വേദിയിൽ ആസനസ്ഥനായി. തന്റെ മകന്റെ വിജയം നേരിട്ട് കാണുവാനായി അമരേന്ദ്ര മഹാരാജാവ് വേദിയുടെ മുൻനിരയിൽ തന്നെ സ്ഥാനം പിടിച്ചു. 3 ലോകവും കേൾവി കേട്ട മഹാചക്ര പരീക്ഷയ്ക്കായി എത്തുന്നത് പ്രധാനമായും പശ്ചിമ ഭൂതലം എന്ന് പൊതുവെ അറിയപ്പെട്ടിരുന്ന ഭൂപ്രദേശത്തിൽപ്പെട്ട രാജ്യങ്ങളിലെ ബലവാന്മാരായിരുന്നു. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ പങ്കെടുക്കാം എന്നുള്ളതാണ് ഈ പരീക്ഷയുടെ ഏറ്റവും വലിയ പ്രത്യേകത. പാഞ്ചാല ദേശം കൂടാതെ വിരാടനാട്, ചേരനാട്, ചോളദേശം തുടങ്ങി നിരവധി വലിയ രാജ്യങ്ങൾ പശ്ചിമ ഭൂതലത്തെ അലങ്കരിച്ചിരുന്നു. കാഴ്ചയിലും സംസ്കാരത്തിലും പശ്ചിമ ഭൂതലത്തിലെ ജനങ്ങൾ സാമ്യത പുലർത്തിയിരുന്നു എങ്കിലും കഴിവുകളിലും ശക്തി പ്രകടനത്തിലും ആ മനുഷ്യർ വ്യത്യസ്തത പുലർത്തി. യുദ്ധങ്ങളിൽ ഏർപ്പെടുമ്പോൾ പ്രവചനാതീതമായ തങ്ങളുടെ അത്ഭുത സിദ്ധികൾ പ്രയോഗിക്കുന്നതിൽ അവർ അസാമാന്യ പ്രാവീണ്യം തന്നെ കാഴ്ചവെച്ചു. അവരവരുടെ ശക്തി അനുസരിച്ച് മഹാചക്ര പരീക്ഷയിൽ ഓരോരുത്തരും ബഹുമാനിച്ചു. കരുത്തിനനുസരിച്ച് 1 മുതൽ 9 വരെ നക്ഷത്രങ്ങൾ ഓരോരുത്തർക്കുമായി സമ്മാനിച്ചു. 9 നക്ഷത്രങ്ങളും നേടുന്നയാൾ അപരാജിതൻ എന്ന പട്ടത്തിന് കൂടി അർഹനായി കൂടുതൽ മാനിക്കപ്പെട്ടു. ഓരോ നക്ഷത്രവും കരുത്തിന്റെ അടയാളമായി അവരുടെ ശിരസിൽ കാലാകാലത്തോളം അടയാളമുണ്ട്. മഹാചക്ര പരീക്ഷയ്ക്കായി ഒരു സ്മൃതിപീഠം തയ്യാറാക്കി വെച്ചിരിക്കുന്നു. പീഠത്തിലെ ഭാരമേറിയ ഇരുമ്പ് തണ്ടുകൾ ഘടിപ്പിച്ച് അതിൽ കരങ്ങൾ വെക്കുമ്പോൾ ഒരു യോദ്ധാവിന്റെ ശക്തി തിരിച്ചറിയാം. കള്ളത്തരത്തിൽ നക്ഷത്രങ്ങൾ നേടാമെന്ന വ്യാമോഹവുമായി വന്ന ആരും വന്ന പോലെ തിരിച്ചു പോയിട്ടില്ല. യോദ്ധാക്കളുടെ ശക്തി അനുസരിച്ച് നക്ഷത്രങ്ങൾ തിരിഞ്ഞു. പല രാജ്യങ്ങളുടെയും അധികാരത്തിന്റെ തന്നെ ഭാഗധേയം നിർണയിച്ചിട്ടുള്ള ഈ മത്സരത്തിൽ ആർക്കും പങ്കെടുക്കും. ശക്തിമാനാണെന്നുറപ്പുള്ള ഏതൊരാളെയും സ്മൃതിപീഠം സർവാത്മന സ്വാഗതം ചെയ്യും. സർവസന്നാഹങ്ങളോടും കൂടി മത്സരം ആരംഭിക്കാൻ എല്ലാവരും തയ്യാറായി കഴിഞ്ഞു. നടൻ മത്സരാർത്ഥികൾ ഓരോരുത്തരുടേതായി പേരുകൾ വിളിക്കാൻ തുടങ്ങി. കരഘോഷങ്ങളുടെ കാണികൾ മത്സരാർത്ഥികളെ എതിരേറ്റു. ആദ്യത്തെ ബലവാൻ വിരാടനാട്ടിലെ വീരസിംഹനായി. ജനക്കൂട്ടം അമിതാവേശത്തോടെ അദ്ദേഹത്തെ എതിരേറ്റു. അയാൾ ജനങ്ങൾക്ക് നേരെ തന്റെ ശക്തി തെളിയിക്കും വഴിയിൽ അംഗവിക്ഷേപങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് സ്മൃതിപീഠത്തിനരികിൽ
സർവശക്തിയും സംഭരിച്ച് പീഠത്തിന് മുകളിലേക്ക് ഇരുമ്പ് തണ്ടുകൾ സ്ഥാപിച്ചു കരങ്ങൾ വെച്ചു. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും നാട്ടുകാരുമെല്ലാം കണ്ണിമ ചിമ്മാതെ പീഠത്തിലേക്ക് തന്നെ കണ്ണയച്ചിരുന്നു. പെട്ടെന്നതാ അവിടെ നക്ഷത്രങ്ങൾ തെളിയുന്നു. സദസ്സിൽ നിന്നും ഓ എന്നൊരു തീർപ്പ് മുഴങ്ങി. കണ്ണു തുറന്നു നോക്കിയ വീരസിംഹന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. വെറും 5 നക്ഷത്രങ്ങൾ മാത്രം. അയാൾ നിരാശയോടെ പീഠം കയറി. അപരാജിത പട്ടത്തിനായി തുനിഞ്ഞിറങ്ങിയ അയാൾക്ക് അത് സഹിക്കാൻ കഴിയാത്ത തോൽവിയായിരുന്നു. അടുത്തതായി മണികണ്ഠനായിരുന്നു മത്സരാർത്ഥി. ഭടൻ പേര് വിളിച്ചപ്പോൾ തന്നെ ഇവനേതാ എന്ന മട്ടിൽ കാണികളിൽ നിന്നൊരു പിറുപിറുക്കം തുടങ്ങിയിരുന്നു. അവൻ പീഠത്തിനരികിലേക്ക് എത്തിയ പാടെ അയാൾ അകാരണമായി താഴേക്ക് പറിച്ചു. ഗുരുതരമായ പരിക്കുകളോടെ പീഠത്തിന് താഴെ കിടന്ന അവനെ ഭടന്മാർ അവിടെ നിന്ന് മാറ്റിക്കിടത്തി. കള്ളത്തരത്തിലൂടെ അപരാജിത പട്ടം നേടാമെന്നൊരു വിചാരം അവിടെ കൂടി ആർക്കെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത് മണികണ്ഠന്റെ വീഴ്ചയോടെ അവസാനിച്ചിട്ടുണ്ടാകും. അത്രയ്ക്കും ഗുരുതരമായ പരിക്കുകളോടെയാണ് അവനെ അവിടെ നിന്നും കൊണ്ടുപോയത്. ശക്തിവർദ്ധക പാനീയങ്ങൾ എന്തെങ്കിലും അകത്താക്കി കാണണം, അല്ലെങ്കിൽ ഇങ്ങനെ വരാൻ വഴിയില്ലല്ലോ. കള്ളത്തരം കാണിക്കാതെ ഒന്നും നേടാൻ ഇവനെ കൊണ്ടൊന്നും കഴിയില്ല. അതെ അതെ, അതിവിടെ ചിലവാവില്ലെന്ന് എല്ലാവരും മനസ്സിലാക്കുന്നത് നല്ലതാ. ജനക്കൂട്ടം പെറുപിറുത്തു. അടുത്തതായി ശക്തി തെളിയിക്കാൻ എത്തുന്നത് പാഞ്ചാല ദേശത്തിന്റെ യുവരാജൻ വില്ലാളി വീരൻ അമരേന്ദ്രകുമാരൻ. അടുത്ത അറിയിപ്പ് കേട്ടതോടുകൂടി ജനങ്ങളെല്ലാം ആവേശത്തിലായി. തങ്ങളുടെ രാജകുമാരൻ ജയിക്കുന്നത് കാണാൻ പാഞ്ചാല ദേശമാകെ അവിടെ എത്തിയിരുന്നു. അമരേന്ദ്രൻ തന്റെ ഊഴത്തിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. അതിനേക്കാൾ അക്ഷമയോടെ അരുണേന്ദ്ര രാജനും. അമരേന്ദ്രൻ അമരേന്ദ്രൻ ജനക്കൂട്ടം ആർത്തു വിളിച്ചു. സദസ്സിനു നേരെ ആവേശത്തോടെ കൈകൾ വീശി പ്രതിപീഠത്തിലേക്ക് നടന്നു നീങ്ങി അമരേന്ദ്രന് പെട്ടെന്നെന്തോ പന്തികേട് തോന്നി. കാലുകൾ നിലത്തുറയ്ക്കാത്ത പോലെ, കൈകൾ വിറയ്ക്കുന്ന പോലെ, പാൽ തിളച്ചു തൂവും പോലെ തലയ്ക്കുകളിലെന്തോ ഒരു പുകച്ചിൽ. അവന്റെ കണ്ണുകൾ ഇരുണ്ടു. കാഴ്ച മറയുന്ന പോലൊരു തോന്നൽ. ആ നിമിഷം അവന് സ്വയം നഷ്ടപ്പെടും പോലെ, ശരീരം സ്വന്തം നിയന്ത്രണത്തിലല്ലാത്ത പോലെ. അമരേന്ദ്രന് തന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. അമരേന്ദ്രൻ സ്വയം ചിന്തിച്ചു, ഈശ്വര, എനിക്ക് എന്താണ് സംഭവിക്കുന്നത്? ഇങ്ങനൊരു അനുഭവം ആദ്യമായാണല്ലോ. എന്നെ നീ പരീക്ഷിക്കുകയാണോ? ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് അവൻ പീഠത്തിനരികിൽ നിശ്ചലനായി നിന്നു. രാജകുമാര, ഇരുമ്പ് തണ്ടുകൾ കയറ്റിവെച്ച് കരങ്ങൾ സ്ഥാപിക്കൂ. നിന്റെ ശക്തി എന്തെന്ന് ലോകം അറിയട്ടെ. ശബ്ദം അവന്റെ കാതുകളിൽ അലയടിച്ചു. അവൻ മനസ്സിനെ വരുതിയിലാക്കി ഇരുമ്പ് തണ്ടുകളിൽ കരങ്ങൾ വെക്കാൻ തയ്യാറായി. പക്ഷേ അമരേന്ദ്രന് ആദ്യ ശ്രമത്തിൽ തന്നെ അടിപതറി. അവന് അവന്റെ കൈകളെ പോലും അന്നേരം വിശ്വസിക്കാൻ സാധിച്ചില്ല. 2ാം ശ്രമവും പരാജയത്തിൽ കലാശിച്ചു. ജനങ്ങൾക്കിടയിൽ നിന്ന് ആശങ്കകൾ ഉയരാൻ തുടങ്ങി. അമരേന്ദ്രനത് എന്തുപറ്റി? ഇത്രയും ബലവാനായ യുവരാജാവിന് സാധിച്ചില്ലെങ്കിൽ പിന്നെ ഇത് ആരെക്കൊണ്ട് സാധിക്കും? അങ്ങനെ 3ാമത്തേതും അവസാനത്തേതുമായ ശ്രമത്തിൽ അമരേന്ദ്രന് ആ ഇരുമ്പ് തണ്ടുകൾ വഴങ്ങി. പക്ഷേ പ്രതീക്ഷയ്ക്കൊത്ത പ്രകടനം നടത്താൻ അമരേന്ദ്രന് കഴിഞ്ഞില്ല. വളരെ ആയാസത്തോടെ ആ ദണ്ഡുകൾ പൊക്കി ഉയർത്തി അവൻ പീഠത്തിൽ സ്ഥാപിച്ചു. പ്രതിപീഠത്തിന് മുകളിൽ 3 നക്ഷത്രങ്ങൾ പ്രകാശിച്ചു. ജനക്കൂട്ടം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. കണ്ണുകൾ തുറന്നു നോക്കിയ അമരേന്ദ്രനും താൻ കണ്ടത് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. ഹൃദയത്തിനൊരാഘാതമേറ്റതുപോലെ അവൻ തിരിഞ്ഞു വിറച്ചു. ഒരു തവണ കൂടി ശ്രമിക്കൂ കുമാര! ആൾക്കൂട്ടത്തിൽ നിന്നൊരാൾ അലറി വിളിച്ചു. അവന്റെ ശരീരം നിശ്ചലമാക്കപ്പെട്ടതുപോലെ കാണപ്പെട്ടു. ഇവൻ എന്തൊരു രാജകുമാരനാണ്! ഇവനെയാണോ നമ്മുടെ അടുത്ത രാജാവായി വാഴിക്കാൻ പോകുന്നത്? 5 നക്ഷത്രങ്ങൾ പോലും കിട്ടാത്ത ഇവനെയൊക്കെ വിശ്വസിച്ച് നമ്മൾ പിന്നെ എങ്ങനെ ഈ രാജ്യത്ത് ജീവിക്കും? ജനങ്ങൾക്കിടയിൽ നിന്ന് പല പല കുത്തുവാക്കുകളും മുഴങ്ങിക്കേട്ടു. അവർ പരിഹാസത്തോടെ അവനെ നോക്കി കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. എന്നാൽ അമരേന്ദ്രൻ ഇതൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. ആ നിമിഷത്തെ തന്റെ ജീവിതത്തിൽ നിന്നും പറിച്ചറിയാനാണ് അമരേന്ദ്രന് തോന്നിയത്. എന്തുകൊണ്ടാണ് തനിക്കിങ്ങനെ സംഭവിക്കുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ല. താൻ പരിശീലനം നടത്തി നേടിയെടുത്ത ശക്തിയും ബലവുമൊക്കെ എവിടെ പോയി? ഇങ്ങനെ ഒരിക്കലും സംഭവിക്കുമെന്ന് താൻ മനസ്സിൽ പോലും കരുതിയില്ലല്ലോ. ആശങ്കകളുടെയും അവഹേളനങ്ങളുടെയും നടുവിൽ കൂടി അമരേന്ദ്രൻ പതിയെ സഭാമണ്ഡപത്തിലേക്ക് നടന്നു നീങ്ങി. സത്യത്തിൽ അമരേന്ദ്രന്റെ കാലുകൾ അവനെയും വഹിച്ചുകൊണ്ട് നീങ്ങുകയായിരുന്നു. സ്വബോധത്തോടെയല്ല അമരേന്ദ്രന്റെ നടത്തമെന്ന് കണ്ടു നിൽക്കുന്നവർക്ക് പോലും ഊഹിക്കാമായിരുന്നു. തല കുലിച്ചു നടന്നു നീങ്ങുന്ന അമരേന്ദ്രനെ കണ്ടപാടെ മാധുരിയും പുറകെ നടന്നു. മാധുരി അമരേന്ദ്രന്റെ കളിക്കൂട്ടുകാരി.
ബാല്യം മുതൽക്കേ അമരേന്ദ്രനൊപ്പം എപ്പോഴുമുള്ള കൂട്ടുകാരൻ. ഏത് സന്തോഷത്തിലും സന്താപത്തിലും അവന് സാമീപ്യം അരുളുന്നവൾ. മൗനം കൊണ്ടുപോലും അവനെ മനസ്സിലാക്കുന്നു. ഏത് സന്നിഗ്ധ ഘട്ടത്തിലും അവന് ഓടിച്ചെന്ന് മുട്ടാവുന്ന വാതിൽ. 18 വയസ്സുള്ള ആ സുന്ദരിയാണ് പരാജിതനായി ലജ്ജിച്ച് തലതാഴ്ത്തി നടന്നു പോകുന്ന അമരേന്ദ്രന് പുറകെ നടക്കുന്നവൾ. എന്തലങ്കാരവും അധികമായി ഭവിക്കുന്ന മേനിയഴകുള്ള ആ കന്യകയുടെ മുഖം ഒറ്റ നോട്ടത്തിൽ തന്നെ കാഴ്ചക്കാരുടെ ഹൃദയത്തിൽ പതിയും. അമരേന്ദ്രനോടുള്ള സകല വാത്സല്യത്തോടും സൗഹൃദത്തോടും കൂടി മാധുരി ആരാഞ്ഞു. എന്തു പറ്റി അമര? നിന്റെ ആത്മവിശ്വാസമെല്ലാം എവിടെ പോയി? എന്തായാലും സാരമില്ല, കഴിഞ്ഞത് കഴിഞ്ഞു. നമുക്കിനി അടുത്ത തവണ വിജയിക്കാം. പരാജയം ഒന്നിന്റെയും അവസാനമാണ്. വീണ്ടും വീണ്ടും പരിശ്രമിക്കാനുള്ള ഊർജമാണ്. നിനക്കറിയില്ലേ, പരിശ്രമിക്കുന്നവൻ മാത്രമേ പരാജയം, അതിനു മുന്നിൽ മാത്രമേ വിജയത്തിലേക്കുള്ള വാതിലും തുറക്കൂ. ഞാനില്ലേ കൂടെ? നമ്മൾ പരിശ്രമം തുടരുന്നു, അത്രയേ ഉള്ളൂ. അമരേന്ദ്രന് പക്ഷേ അന്നത്തെ തോൽവി സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അവളുടെ വാക്കുകളൊന്നും തന്റെ ചെവിയിലല്ല പതിക്കുന്നതെന്ന് പോലും അവന് തോന്നി. എന്തു പറ്റി പുത്ര നിനക്ക്? എന്താ സംഭവിച്ചത്? അരുണേന്ദ്ര രാജാവ് അക്ഷമയോടെ അന്വേഷിച്ചു. അവൻ മൗനമായി കസേരയിൽ വഹിച്ചു. എന്നാലും തനിക്ക് എന്താണ് സംഭവിച്ചത്? അമരേന്ദ്രൻ സ്വയം ചോദിച്ചു. തൊട്ടടുത്ത നിമിഷം വാസുകി വലിയ ബഹളത്തോടെ അങ്ങോട്ട് കടന്നു വന്നു. കാവൽക്കാരെ എല്ലാം വകഞ്ഞു മാറ്റി വലിയ ശബ്ദത്തിൽ പ്രഖ്യാപിച്ച് അവൾ അതീവ ദേഷ്യത്തോടെയാണ് മുന്നോട്ട് കടന്നു വന്നത്. ആരുടെയും മനം മയക്കുന്ന സൗന്ദര്യമുള്ള ആ രാജകുമാരിക്ക് പക്ഷേ അഹങ്കാരത്തിന്റെയും താൻ പൊരുമയുടെയും ശരീരഭാഷയായിരുന്നു. കാണികളെല്ലാം വാസുകിയുടെ വരവ് കണ്ട് അമ്പരന്നു. ഇത് അമരേന്ദ്രകുമാരന്റെ പ്രീതമയല്ലേ? ഇവരെന്താ ഇത്ര ദേഷ്യത്തിൽ രാജാവിനെ മുഖം കാണിക്കാൻ പോകുന്നത്? ജനങ്ങൾ അടക്കം പറഞ്ഞു. അതിഗംഭീരമായ വേഷവിധാനവും ആടയാഭരണങ്ങളും അണിഞ്ഞവൾ അതിനൊട്ടും ചേരാത്ത വിധത്തിൽ ക്രുദ്ധയായി സഭാമണ്ഡപത്തിലേക്ക് കയറി വന്നു. അവളെ കണ്ടതോടുകൂടി അമരേന്ദ്രന്റെ ഹൃദയം പതിവിലും കൂടുതലായി മിടിക്കാൻ തുടങ്ങി. ഇവളോട് ഞാൻ ഇനി എന്തു പറയും എന്നോർത്ത് അമരേന്ദ്രന്റെ നാവ് കുഴയാൻ തുടങ്ങി. മഹാചക്ര പരീക്ഷയിൽ പരാജയപ്പെട്ടെങ്കിലും നീ എന്നും എന്റെ പ്രാണപ്രിയനാണെന്ന് പറഞ്ഞു സമാധാനിപ്പിക്കാൻ വാസുകി വന്നിരിക്കുകയാണെന്ന് അമരേന്ദ്രൻ തെറ്റിദ്ധരിച്ചു. അവൻ വാസുകിയെ നോക്കി സഹതാപം കൊതിക്കുന്ന ഒരു നോട്ടമെയ്തു. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, വാസുകി അമരേന്ദ്രനെ നോക്കാൻ കൂടി ശ്രമിച്ചില്ല. മാത്രമല്ല, പുച്ഛവും അഹങ്കാരവും നിറഞ്ഞ മുഖവുമായി അമരേന്ദ്രനെ അവഗണിക്കുക കൂടി ചെയ്തു. വരൂ മകളെ, നിന്റെ പിതാവും മാതാവും സുഖമായിരിക്കുന്നോ? തന്റെ സങ്കടങ്ങൾ അടച്ചുകൊണ്ട് അരുണേന്ദ്ര മഹാരാജാവ് വാസുകിയെ സ്വന്തം മകളെ എന്ന പോലെ വരവേറ്റു. പാഞ്ചാല രാജന്റെ കുശലാന്വേഷണങ്ങൾ പോലും വകവയ്ക്കാതെ അവൾ സംസാരിച്ചു തുടങ്ങി. ഒരു തവണയെങ്കിലും അവളുടെ കടാക്ഷത്തിനായി കൊതിച്ചിരുന്ന അമരേന്ദ്രന് പക്ഷേ നിരാശയായിരുന്നു ഫലം. ഞാൻ നിനക്കൊരു സമ്മാനം കൊണ്ടുവന്നിരിക്കുന്നു അമരേന്ദ്ര. അത് അത്യപൂർവമായ ഒരു പാനീയമാണ്. ഒരു തവണ സേവിച്ചാൽ പോലും നഷ്ടപ്പെട്ട ശക്തി വീണ്ടെടുക്കാൻ സഹായിക്കുന്ന സവിശേഷമായ ഒരു പാനീയം. അവൾ തന്റെ ആളുകളോട് ആംഗ്യം കാണിച്ച് പാനീയം അങ്ങോട്ട് കൊണ്ടുവരുന്നതിനായി കൽപ്പിച്ചു. ഇതാണോ മൈത്രി ദ്രാവകം? 9 നക്ഷത്രങ്ങൾ നേടി അപരാജിതനായ ആളുകൾ മാത്രമേ ഇത് സേവിക്കാവൂ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അമരേന്ദ്രൻ സംശയത്തോടെ പറഞ്ഞൊപ്പിച്ചു. ആ, അതുതന്നെ, മൈഥിലി ദ്രാവകം. വില്ലാളി വീരന്മാർ മാത്രം സേവിക്കുന്ന മൈഥിലി ദ്രാവകം. 11ാം വയസ്സിൽ അപരാജിത പട്ടം സ്വന്തമാക്കിയ നീ എന്തിനു ശങ്കിക്കണം? ചേര രാജ്യത്തെ രാജകുമാരിയായ എന്നെ വിവാഹം അന്വേഷിച്ചു വന്നപ്പോൾ അഭിമാനത്തോടെ നിങ്ങൾ പറയുന്നുണ്ടായിരുന്നല്ലോ അപരാജിതനാണ്, വില്ലാളി വീരനാണ് എന്നൊക്കെ. പിന്നെ എന്താണ് ഇപ്പോഴൊരു മടി? അതോ അന്ന് പറഞ്ഞത് വീൺവാക്കാണ് എന്നുണ്ടോ? വാസുകി പരിഹാസ ചുവയോടെ പ്രസ്താവിച്ചു. വാസുകി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അമരേന്ദ്രന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല. മകളെ, നീ എന്താണ് ഈ പറയുന്നത്? അവനത് നിഷിദ്ധമാണ്. ഇന്നത്തെ മഹാചക്ര പരീക്ഷയുടെ ഫലം നീയും അറിഞ്ഞതല്ലേ? എന്നിട്ടും എന്തേ ഇങ്ങനൊരു ആവശ്യം? അരുണേന്ദ്ര മഹാരാജാവ് ഞെട്ടൽ മാറാത്ത മട്ടിൽ പറഞ്ഞൊപ്പിച്ചു. അതെ, അമരേന്ദ്രൻ ഇത് സേവിച്ചേ മതിയാകൂ. വാസുകി വാശിയോടെ വീണ്ടും പറഞ്ഞു. ഇപ്പോൾ അമരേന്ദ്രൻ അവളുടെ ഉദ്ദേശം ഏകദേശം തിരിച്ചറിഞ്ഞു. മഹാചക്ര പരീക്ഷയിൽ ദയനീയമായി തോറ്റ തന്നെ അവൾക്ക് വിവാഹം ചെയ്യാൻ കഴിയില്ല. അതിനാലാണ് എനിക്ക് നിഷിദ്ധമായ ഈ ദ്രാവകം എന്നെ കൊണ്ട് കുടിപ്പിക്കാൻ നോക്കുന്നത്. അവൻ സങ്കടത്തോടെ ചിന്തിച്ചു. ഊറി വന്ന കരച്ചിൽ അടക്കി പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. വാസുകി, നിർത്ത്.
മതി നിന്റെ നാടകം. നമ്മുടെ പ്രണയത്തിന് ഇത്രയേ ആയുസുള്ളൂ എന്ന് എനിക്കറിയില്ലായിരുന്നു. നമ്മൾ പറഞ്ഞുറപ്പിച്ച വിവാഹം മുടക്കണം, അത്രയല്ലേ വേണ്ടു നിനക്ക്? കൂടുതൽ വാഗ്വാദങ്ങൾക്കൊന്നും ഞാൻ മുതിരുന്നില്ല. പോരെ, എന്റെ നാക്കാവേണ്ട കുമാര. പറയാനുള്ളത് പറയാൻ എനിക്ക് നന്നായി അറിയാം. എനിക്കറിയേണ്ടത് ഒന്നേ ഉള്ളൂ. ചെറുപ്പത്തിൽ കുമാരൻ 9 നക്ഷത്രങ്ങൾ നേടി അപരാജിത പട്ടം കരസ്ഥമാക്കി എന്ന് പറയുന്നത് സത്യമാണോ? സത്യമാണെങ്കിൽ എന്റെ മുമ്പിൽ വെച്ച് ഈ ദ്രാവകം സേവിക്കണം. വാസുകി സംശയലേശമന്യേ പറഞ്ഞു. സഭാമണ്ഡപത്തിൽ കൂടി നിന്നവരെല്ലാം വാസുകിയുടെ വാക്കുകൾ കേട്ട് ഞെട്ടി. നീ എന്തിനാണ് സംശയിക്കുന്നത് വാസുകി? ആരെയാണ് സംശയിക്കുന്നത്? നമ്മുടെ പ്രണയത്തെയോ? അതിൽ നിനക്കിനിയും വിശ്വാസമില്ലേ? ഞാൻ പറഞ്ഞതെല്ലാം കള്ളമാണെന്നാണോ നീ ധരിച്ചു വെച്ചിരിക്കുന്നത്? പ്രണയത്തിന്റെ പേരിൽ നീ എന്നെ ഇത്രയും കാലം വിഡ്ഢിവേഷം കെട്ടിക്കുകയായിരുന്നില്ലേ? നിനക്ക് വേണ്ടത് അപരാജിത പത്നം എന്നും അലങ്കരിക്കുന്ന ഒരു പുരുഷനെയാണ്, അല്ലാതെ നിന്നെ ജീവന തുല്യം പ്രണയിക്കുന്ന ഒരുവനെ അല്ല. നിനക്കിത് വെളിപ്പെടുത്താൻ ഇത്ര താമസം എന്തായിരുന്നു വാസുകി? ഞാൻ നിന്നെ ആത്മാർത്ഥമായി പ്രണയിച്ചു പോയല്ലോ. കരച്ചിലിന്റെ പക്കോളം എത്തിയ അമരേന്ദ്രന്റെ മറുപടി കേട്ട് ശരിക്കും ഞെട്ടിയത് പിതാവ് അരുണേന്ദ്രനും കൂട്ടുകാരി മാധുരിയുമായിരുന്നു. അവരിതുവരെ അങ്ങനെ ഒരു അമരേന്ദ്രനെ കണ്ടിട്ടേ ഇല്ലായിരുന്നു. എന്തിനാണ് വെറുതെ സംസാരിച്ച് സമയം കളയുന്നത്? ഞാൻ വികാരങ്ങൾക്ക് അടിമപ്പെടുന്നവളല്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കൂ. വാസുകി പറഞ്ഞ വാക്കിൽ മാറ്റമില്ലാതെ തുടർന്നു. നിനക്ക് എന്താണ് വേണ്ടത്? എന്റെ സത്യം തെളിയിക്കാൻ ഞാൻ ഇത് കുടിച്ചേ തീരൂ എന്നാണോ? അമരേന്ദ്രന്റെ ശബ്ദം പതിവിലും ദയനീയമായി. രാജകുമാരി, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഞങ്ങൾ സത്യമേ പറയാറുള്ളൂ. പറഞ്ഞ വാക്ക് സത്യമെന്ന് തെളിയിക്കാൻ അഗ്നിപരീക്ഷയിൽ ഏർപ്പെടേണ്ട ഗതികേടൊന്നും ഈ രാജ്യത്തെ രാജകുമാരനില്ല. അരുണേന്ദ്ര മഹാരാജാവ് അലറി. പിതാവേ, ഞാൻ സംസാരിക്കാം. അങ്ങ് ഇക്കാര്യത്തിൽ ഇടപെട്ട് ഇവരുടെ മുന്നിൽ ചെറുതാകരുത്. കൂടുതലൊന്നും സംസാരിക്കാനില്ല അമരേന്ദ്ര. നീ ഇത് കുടിക്കണം. സ്വന്തം സത്യം തെളിയിക്കേണ്ടത് നിന്റെ കടമയാണ്. രാജ്യത്തിന്റെ മാനം അങ്ങനെയും കാക്കാമല്ലോ. വാസുകി കുലുക്കമേതുമില്ലാതെ പറഞ്ഞു. ഇത്രയൊക്കെ ആയിട്ടും വാസുകിയുടെ ഗർവ് എല്ലാവരെയും അമ്പരപ്പിച്ചു. അമരേന്ദ്രൻ എല്ലാവരെയും കൈവീശിക്കൊണ്ട് സമാധാനിപ്പിച്ചു. പക്ഷേ തന്റെ പ്രാണപ്രേയസിയിൽ നിന്നുമുതിരുന്ന വാക്കുകൾ അവനെ പൊള്ളിക്കുന്നുണ്ടായിരുന്നു. വാസുകി, ഇന്നെനിക്ക് ഒന്നിനുമുള്ള ശക്തിയില്ല. മഹാചക്ര പരീക്ഷയിൽ ഞാൻ പരാജയപ്പെട്ടു, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഈ പരാജയം അവസാനത്തേതാണ്. 9 നക്ഷത്രങ്ങളും നേടി അപരാജിതനായി ഞാൻ നിൽക്കുന്നൊരു ദിവസം വരും. അന്ന് നീയെന്നല്ല, ഈ ലോകം മുഴുവൻ എന്നെ വാഴ്ത്തും. അമരേന്ദ്രൻ വേദന കടിച്ചമർത്തി. നല്ലത് കുമാര, നിന്റെ ശക്തി എന്തെന്ന് എനിക്കിപ്പോൾ ശരിക്കും ബോധ്യമായി. എന്നാൽ കേട്ടോളൂ, കഴിഞ്ഞ മാസം നടന്ന മഹാചക്ര പരീക്ഷയിൽ 8 നക്ഷത്രങ്ങൾ നേടിയ ആളാണ് ഈ വാസുകി. നിന്നെ പോലെ കൊല്ലങ്ങൾക്ക് മുൻപൊന്നുമല്ല, കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ്, അവൾ വലിയ സ്വരത്തിൽ പറഞ്ഞു. വാസുകി എന്താണ് പറഞ്ഞു വരുന്നതെന്ന് ആർക്കും മനസ്സിലാക്കി. എന്നാൽ അവൾ പറയാതെ പറഞ്ഞതെല്ലാം അമരേന്ദ്രൻ മനസ്സിലാക്കി. അതയാൾക്ക് മാത്രമേ മനസ്സിലാകുമായിരുന്നുള്ളൂ. കൂടുതലൊന്നും പറയാതെ അമരേന്ദ്രൻ മൈഥിലി ദ്രാവകം കയ്യിലെടുത്ത് നിമിഷ നേരം കൊണ്ട് ചുണ്ടോട് ചേർന്നു. കൊട്ടാരത്തിന് മുകളിലെ ആകാശത്തിൽ അശ്വിനിപാദം പോലെ ഒരു വാൽ നക്ഷത്രം പറഞ്ഞു. അധ്യായം 2. മഹാചക്ര പരീക്ഷയേക്കാൾ വലിയ പരീക്ഷണമാണ് ഇനി അമരേന്ദ്രനെ കാത്തിരിക്കുന്നത്. പരാജിത ദുഃഖത്തെക്കാൾ അയാളെ തകർത്തതും അത് തന്നെയായിരുന്നു. പ്രണയദുഃഖം ഏത് വിഷമഘട്ടത്തിലും കൂടെ ഉണ്ടാവുമെന്ന് കരുതിയിരുന്ന പ്രാണപ്രിയയുടെ മനംമാറ്റമാണ് അയാളെ വീണ്ടും വീണ്ടും പോയി. പ്രാണൻ വെടിഞ്ഞും പ്രണയിനിയോടുള്ള വാക്ക് നിറവേറ്റാൻ തുനിഞ്ഞ അമരേന്ദ്രന് പെട്ടെന്നുണ്ടായ ഈ പ്രണയഭംഗം ഉൾക്കൊള്ളാവുന്നതിലും അപ്പുറമായിരുന്നു. സർവ്വതിലും പരാജയപ്പെട്ടു നിൽക്കുന്ന അമരേന്ദ്രന് സ്വയം ഒരാശ്വാസവാക്ക് പോലും കിട്ടുന്നില്ല. അമരേന്ദ്രൻ പതിയെ വാസുകിയുടെ അടുത്തേക്ക് നീങ്ങി. മൈഥിലി ദ്രാവകം നിറച്ച പാത്രമെടുക്കാൻ ആഞ്ഞു. അവൻ അത് ചുണ്ടോട് ചേർത്തു. പെട്ടെന്ന് അമരേന്ദ്രന്റെ കയ്യിൽ നിന്നും പാനീയം നിറച്ച പാത്രം താഴേക്ക് വെച്ചു. നിനക്ക് ഭ്രാന്താണോ അമര? എന്തിനാണ് മറ്റൊരാൾക്ക് വേണ്ടി നീ ജീവൻ കളയുന്നത്? സ്വന്തം ജീവൻ പണയപ്പെടുത്തി ആരോടും ഒന്നും തെളിയിക്കേണ്ട ഉത്തരവാദിത്വം നിനക്കില്ല. നീ ചെയ്യുന്നത് വലിയ അബദ്ധമാണ് അമര. മൈഥിലി ദ്രാവകം തട്ടിമാറ്റി മാധുരി അലറി. നീ ഒരു മനുഷ്യ സ്ത്രീ തന്നെയാണോ? ഒരു മനുഷ്യനെ കൊലക്ക് കൊടുത്തിട്ട് വേണോ നിനക്ക് രസിക്കാൻ? അതും നീ പ്രണയിച്ചിരുന്ന, നിന്നെ ജീവന തുല്യം പ്രണയിക്കുന്ന ഈ മനുഷ്യനെ? മാധുരിക്ക് വാസുകിയുടെ അഹങ്കാരഭാവം കണ്ടു നിൽക്കാൻ സാധിച്ചില്ല. അത് ശരി, ഇപ്പൊ എനിക്കാണോ മനുഷ്യത്വമില്ലാത്തത്? എന്നെയും എന്റെ പിതാവിനെയും പറഞ്ഞു പറ്റിച്ച് വിവാഹം ഉറപ്പിച്ച നിങ്ങളെയൊക്കെ ഞാൻ എന്ത് വിളിക്കണം? 9 നക്ഷത്രങ്ങൾ നേടിയ ബലവാനാവണം എന്റെ വരൻ. അത് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ.
അമരേന്ദ്ര, നിനക്കത് നേടാൻ കഴിയാത്തതിന് ഞാൻ എന്ത് വിളിച്ചു? ചേരരാജ്യത്തെ രാജകുമാരിയെ വേൽക്കാൻ നിനക്ക് യോഗ്യതയില്ല അമരേന്ദ്ര. ചെല്ല്, നീ നിന്റെ കളിക്കൂട്ടുകാരിയോടൊപ്പം പോയി കളിക്ക്. നിന്നെ കൊണ്ട് അതേ പറ്റൂ. വാസുകി പരിഹാസവാക്യം തുടർന്നു. അമരേന്ദ്രൻ ലജ്ജിച്ച് തലതാഴ്ത്തി നിന്നു. ഈ ഭൂമി പിളർന്ന് താഴേക്ക് പോയാൽ മതിയെന്ന് പോലും അവൻ ചിന്തിച്ചു. ഇതാ നിന്റെ വിവാഹമോതിരം. ഇനി എനിക്കതിന്റെ ആവശ്യമില്ല, നീ തന്നെ വെച്ചോളൂ. വാസുകി മോതിരം വലിച്ചെറിഞ്ഞുകൊണ്ട് പറഞ്ഞു. അമരേന്ദ്രൻ ഒരു നിമിഷം ഞെട്ടി. അവളിൽ നിന്ന് ഇത്രയും കടന്നൊരു പ്രവൃത്തി അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അവൻ കോപം കൊണ്ട് ജ്വലിച്ചു. മതിയാക്കൂ വാസുകി, മതി നിന്റെ പ്രകടനം, അമരേന്ദ്രൻ ഉറപ്പ് പറഞ്ഞു. കാവൽക്കാരോടൊപ്പം പിന്തിരിഞ്ഞു നടന്ന വാസുകി നിസ്സംഗതയോടെ അവന്റെ വാക്കുകൾ ശ്രവിച്ചു. നിനക്ക് ഞാൻ ഇപ്പോൾ ഒരു ഭീരുവാണ്. നിന്നെ പറഞ്ഞു പറ്റിച്ച കാമുകനാണ്. ശരി, ഞാൻ ഒന്നും തിരുത്തുന്നില്ല. പക്ഷേ എന്റെ ശക്തി തെളിയിക്കുന്നത് എന്റെ മാത്രം ആവശ്യമാണല്ലോ. ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നു കുമാരി. ഇന്നേക്ക് 3 വർഷങ്ങൾക്കപ്പുറം എന്നെ നേരിടാൻ നിങ്ങൾ തയ്യാറുണ്ടോ? വാസുകി തിരിഞ്ഞു നിന്നുകൊണ്ട് മറുപടി പറഞ്ഞു. ഓ, തീർച്ചയായും, എന്ന് വേണമെങ്കിലും തയ്യാർ. ഒരു നിബന്ധന, ഞാൻ വിജയിച്ചാൽ പാഞ്ചാല രാജകുമാരൻ ഞാൻ പറയുന്നത് പോലെ കേൾക്കണം. അതിന് തയ്യാറുണ്ടോ? വാസുകി വർദ്ധിത ആവേശത്തോടെ അമരേന്ദ്രനെ. സമ്മതം. ഇനി വിജയം എന്റേതാണെങ്കിൽ എന്റെ ആജ്ഞ അനുസരിച്ച് നിനക്കും ജീവിക്കാനാവൂ. സമ്മതിച്ചു. പക്ഷേ നിനക്കൊരിക്കലും എന്നെ തോൽപ്പിക്കാനാവില്ല അമരേന്ദ്ര. എന്നെ പരാജയപ്പെടുത്തണമെന്ന ചിന്ത തന്നെ നീ മറന്നേക്കൂ. നീ എന്റെ അടിമയാകാൻ പോകുന്നു. അതിവിടെ എല്ലാവരും കാണുവാൻ പോകുന്നു. നിന്റെ പിതാവും രാജ്യവും എല്ലാവരും. അതുകൊണ്ട് എല്ലാവരും ആഹ്ലാദിക്കട്ടെ. വാസുകി രാഷ്ട്രീയത്തോടെ. നിന്റെ അഹങ്കാരത്തിന് അവസാനമില്ലേ വാസുകി? നീ ഇപ്പോഴും ചേരരാജ്യത്തിന്റെ റാണിയായിട്ടില്ല, അത് മറക്കേണ്ട. നിന്റെ അഹങ്കാരത്തിനും രാഷ്ട്രീയത്തിനും ഇങ്ങനെയല്ല മറുപടി പറയേണ്ടത്. നിന്നെ പോലെ ഇത്രയും തരം താഴ്ന്നു സംസാരിക്കാൻ ഞങ്ങളുടെ സംസ്കാരം അനുവദിക്കുന്നില്ല. നിന്ന് നാവിട്ടടിച്ച് സ്വന്തം വില കളയാതെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകുന്നതാണ് നിനക്ക് നല്ലത്. മാധുരി ഗത്യന്തരമില്ലാതെ പറഞ്ഞു. അഹങ്കാരമല്ല മാധുരി, ആത്മാഭിമാനമാണ്. ഞങ്ങളുടെ വംശത്തെക്കുറിച്ചും രാജ്യത്തെക്കുറിച്ചുമുള്ള അടങ്ങാത്ത ആദരവും ഭക്തിയുമാണ്. നിന്നെപ്പോലെ പറയാൻ വംശമഹിമയൊന്നും ഇല്ലാത്തവൾക്ക് മനസ്സിലാവില്ല അതൊന്നും. യുവരാജാവിന് പിന്നാലെ നടന്നിട്ട് കാര്യമില്ല മാധുരി. അതോ നിന്റെ കൂട്ടുകാരൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുകയാണോ അവന് വേണ്ടി സംസാരിക്കാൻ? എന്താ അമരേന്ദ്ര, അങ്ങനെയാണോ? 3 വർഷത്തിന് ശേഷം നിനക്കെന്നെ നേരിടാൻ ധൈര്യമില്ലേ? അതോ അന്നും നീ ഇങ്ങനെ ഇവളെ മുന്നിൽ നിർത്തി എന്നോട് തർക്കിക്കാൻ വരുമോ? നീ ആദ്യം നിന്റെ ശക്തി തെളിയിക്ക്, എന്നിട്ട് മതി വാക്കുകൊണ്ടുള്ള പോരാട്ടങ്ങൾ. വാസുകി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് കൂടെയുള്ള കാവൽക്കാരും കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. വാസുകിയുടെ അഹങ്കാരവും അവഹേളനവും അതിരുകടന്നപ്പോൾ അമരേന്ദ്രന് സ്വന്തം നിയന്ത്രണം പോലെ നഷ്ടപ്പെട്ടു. മാധുരിയെ ഇത്ര നീചമായി പരിഹസിച്ച അവളോട് അവന് എന്തെന്നില്ലാത്ത ഈർഷ്യ തോന്നി. അവർ രണ്ടുപേരും വാസുകിയുടെ മേൽ ചാടി വീണു. നിർത്തൂ, അരുണേന്ദ്രൻ അലറി. അപ്പോഴേക്കും വാസുകിയുടെ കാവൽക്കാർ അവരെ ഇരുവരെയും തട്ടിമാറ്റി. ഹോ, കഷ്ടം തന്നെ കുമാര, നിനക്ക് ഇവരെ പോലും എതിരിടാനുള്ള കരുത്തില്ലല്ലോ. എന്നിട്ടാണോ എന്നെ വെല്ലുവിളിക്കാൻ വന്നിരിക്കുന്നത്? വെല്ലുവിളി പിൻവലിക്കണമെന്നിപ്പോൾ തോന്നുന്നുണ്ടോ? നിനക്ക് നിന്റെ കഴിവിൽ വിശ്വാസം ഉണ്ടെങ്കിൽ മതി. ഞാൻ നിനക്ക് ഒരു അവസരം കൂടി തരാം. നന്നായി ആലോചിച്ച് പറഞ്ഞാൽ മതി, വാസുകി പുഞ്ചിരിയോടെ പറഞ്ഞു. കാവൽക്കാരിൽ നിന്ന് അപ്രതീക്ഷിത പ്രഹരമേറ്റ അമരേന്ദ്രൻ കൈ തട്ടിക്കുടഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. ഇന്ന് എന്റെ സമയമല്ലായിരിക്കാം. ഇന്നത്തെ പരാജയം ശാശ്വതവുമല്ല. ഞാൻ വീണ്ടും മഹാചക്ര പരീക്ഷയിൽ അപരാജിത പട്ടം നേടും. വീണ്ടും 9 നക്ഷത്രങ്ങൾ ശിരസിൽ ചൂടി അദ്വിതീയനായ പോരാളിയാവും. ചേരരാജകുമാരി വാസുകിയെ ഞാൻ വെല്ലുവിളിക്കുന്നു. ഇത് പാഞ്ചാലകുമാരൻ അമരേന്ദ്രന്റെ ശപഥം. ഇന്നേക്ക് 3 കൊല്ലങ്ങൾക്കിപ്പുറം ഞാൻ നിന്നെ പരാജയപ്പെടുത്തും. അതിനു മുൻപ് അപരാജിത പട്ടം സ്വന്തമാക്കിയിരിക്കും. ഇത് സത്യം, സത്യം, സത്യം. സഭാമണ്ഡപത്തിലെ സർവരും കേൾക്കുമാർ ഉച്ചത്തിൽ അമരേന്ദ്രൻ പ്രഖ്യാപിച്ചു. അരുണേന്ദ്രൻ വേദനയോടെ തന്റെ സിംഹാസനത്തിലേക്ക് വീണു. നടന്ന സംഭവങ്ങളൊന്നും സത്യമായിരിക്കില്ലേ എന്ന് പിതാവ് നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയാവാം, ആഗ്രഹിക്കുകയാവാം. വെല്ലുവിളി ഏറ്റെടുത്ത വാസുകി തന്റെ ആഗമനോദ്ദേശ്യം സഫലമായ ചാരിതാർത്ഥത്തിൽ സഭാമണ്ഡപം വിട്ടു. നേരെ ചേരരാജ്യത്തിലേക്ക്, തന്റെ കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു. വാസുകിയുടെ പിതാവ് ചേര സാമ്രാജ്യാധിപൻ പ്രതാപകേസരി തന്റെ ദൂതന്മാർ വഴി പാഞ്ചാല രാജ്യത്തെ സ്ഥിതിഗതികൾ അപ്പോഴേക്കും അറിഞ്ഞു കഴിഞ്ഞിരുന്നു. വാസുകി, നീ എവിടെയായിരുന്നു? പുതിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഞങ്ങളും കൂടി ഒന്ന് അറിഞ്ഞിരിക്കണമല്ലോ. പത്നിയോടൊപ്പം അന്തപുരത്തിൽ വിശ്രമിക്കുകയായിരുന്ന പ്രതാപകേസരി മകളോടായി ചോദിച്ചു. പിതാവിനോടൊപ്പം മാതാവിന്റെ മുഖം ദേഷ്യം കൊണ്ട് ജ്വലിക്കുന്നത് കണ്ടപ്പോഴേ കാര്യങ്ങൾ അത്ര പന്തിയല്ലെന്ന് മനസ്സിലാക്കിയ വാസുകി പരിചാരകരോട് പുറത്തു നിൽക്കാൻ കൽപ്പിച്ചു.
കുടുംബകാര്യങ്ങൾ അവരുടെ മുന്നിൽ വെച്ച് ചർച്ച ചെയ്യേണ്ടതില്ലെന്ന് അവൾക്ക് തോന്നി. പിതാവേ, അങ്ങ് എന്തൊക്കെയാണ് ഈ പറയുന്നത്? അങ്ങാണ് കാര്യങ്ങൾ ഗ്രഹിക്കാതെ സംസാരിക്കുന്നത്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. വാസുകി നിഷ്കളങ്കമായി സംസാരിക്കാൻ ശ്രമിച്ചു. വാസുകി, നീ പാഞ്ചാല യുവരാജൻ അമരേന്ദ്രനുമായുള്ള വിവാഹബന്ധം വേണ്ടെന്ന് തീരുമാനിച്ചോ? നിനക്ക് എങ്ങനെ ധൈര്യം വന്നോ ഈ സാഹസം കാണിക്കാൻ? അമ്മ സുജാതാദേവി ചോദിച്ചു. നിങ്ങൾ രണ്ടുപേരും കാര്യമറിയാതെയാണ് സംസാരിക്കുന്നത്. ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ. മാതാവേ, ഇന്ന് പാഞ്ചാല ദേശത്ത് മഹാചക്ര പരീക്ഷ നടക്കുന്ന കാര്യം അവിടത്തേക്കും അറിവുള്ളതാണല്ലോ. എന്റെ പ്രതിശുദ്ധ വരൻ, ഈ ചേരരാജ്യത്തിന്റെ ഭാവി മരുമകൻ, വെറും 3 നക്ഷത്രങ്ങൾ നേടി പരാജയപ്പെട്ട വാർത്ത നിങ്ങൾ അറിഞ്ഞുവോ? നമ്മുടെ രാജ്യത്തിന് തന്നെ എത്രമാത്രം അപമാനകരമായ കാര്യമാണിത് പിതാവേ. ഇനി പറയൂ, എന്റെ തീരുമാനം തെറ്റായോ? വാസുകി തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ സ്വയം വിസ്തരിച്ചുകൊണ്ടിരുന്നു. ഞങ്ങളെല്ലാം അറിഞ്ഞതാണ് വാസുകി, പ്രതാപകേസരി നിരാശയോട് പറഞ്ഞു. എന്നിട്ടാണോ പിതാവേ എന്നോട് ചോദ്യവത്സം? വാസുകിക്ക് ഒന്നും മനസ്സിലായില്ല. തന്റെ ഈ തീരുമാനത്തിന് പിതാവും തന്നോടൊപ്പം നിൽക്കുമെന്ന് കരുതിയ വാസുകി ഞെട്ടി. നിന്റെ തീരുമാനം വളരെ ശരിയാണെന്ന് പറഞ്ഞ് തന്നെ ചേർത്ത് നിർത്തുമെന്ന് കരുതിയിരുന്ന മാതാപിതാക്കളുടെ മുന്നിൽ അവൾ വെറും തെറ്റുകാരിയെ പോലെ തലകുനിച്ചു നിന്നു. നിന്റെയും അമരേന്ദ്രന്റെയും വിവാഹം നിശ്ചയിച്ചുറപ്പിച്ചത് ആരാണ്? പരസ്പരം വാക്ക് പറഞ്ഞ് ഞങ്ങളോട് ഇതൊന്നും ആലോചിക്കണമെന്ന് പോലും നിനക്ക് തോന്നിയില്ലല്ലോ. വിവാഹ നിശ്ചയം പോലും കഴിഞ്ഞ് നിശ്ചയ പത്രികയും കൊടുത്തയച്ചിട്ട് അത് വേണ്ടെന്ന് വെക്കുകയെന്ന് വെച്ചാൽ ഞാൻ എങ്ങനെ പാഞ്ചാല രാജന്റെ മുഖത്ത് നോക്കും? എങ്ങനെ പത്രിക തിരികെ വാങ്ങും? അതിന് തക്കതായ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടെങ്കിൽ മനസ്സിലാക്കാം. പക്ഷെ ഇത് നീ ചെയ്തത് ശരിയായില്ല വാസുകി. ഒരിക്കലും എനിക്ക് ഓർത്തു തരാവുന്ന കുറ്റമല്ല ഇത്. പ്രതാപകേസരിക്ക് ദേഷ്യവും സങ്കടവും അടക്കാൻ കഴിഞ്ഞില്ല. വിവാഹം എന്നാൽ കുട്ടികളിയാണോ മകളെ? കാരണങ്ങൾ ഏതുമില്ലാതെ ഒരു വിവാഹബന്ധം വേണ്ടെന്ന് വെക്കുന്നതും നിശ്ചയമോതിരം വലിച്ചെറിയുന്നതും ഒന്നും സംസ്കാരമുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല. നീ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. നമ്മുടെ രാജ്യത്തിന്റെ അന്തസ്സ്, നീ അതിനെപ്പറ്റി ആലോചിച്ചോ? അമ്മ സുജാതാദേവി ഇടയ്ക്ക് കയറി പറഞ്ഞു. നിങ്ങൾക്കാർക്കും ഞാൻ പറയുന്നത് മനസ്സിലാവില്ല. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ആരും എന്നെ പഠിപ്പിക്കാൻ വരണ്ട. ഇത്രയൊക്കെ ആയിട്ടും വാസുകിയുടെ അടങ്ങാത്ത അഹങ്കാരം കണ്ടപ്പോൾ സുജാതാദേവിക്ക് സഹിച്ചില്ല. അവർ കൈയോങ്ങിക്കൊണ്ട് വാസുകിയുടെ അടുത്തേക്ക് നീങ്ങി. ആരോടാണ്, എവിടെ വെച്ചാണ് സംസാരിക്കുന്നതെന്ന ബോധ്യമില്ലെങ്കിൽ എന്റെ കൈയുടെ ചൂട് നീ അറിയും. ചേരനാടിന്റെ അധിപനോടാണോ നിന്റെ ധിക്കാരം? പ്രതാപകേസരി പത്നിയെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. ക്ഷമിക്കൂ ദേവി, ഞാൻ സംസാരിക്കാം. അവളെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. പാഞ്ചാല ദേശത്തേക്കുള്ള യാത്രയെപ്പറ്റി നീ പിതാവിനോടൊന്നും പറഞ്ഞില്ലല്ലോ. പറയാതെ പോകുന്നത് ശരിയല്ലെന്ന് നിനക്ക് അറിവുള്ളതല്ലേ. നീ രാജ്യത്തിന്റെ രാജകുമാരിയാണ്, അത് മറക്കരുത്. എന്നോട് പറയാൻ ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ നിന്റെ മാതാവിനോടെങ്കിലും നിനക്ക് സൂചിപ്പിക്കാമായിരുന്നു. വാസുകിയെ അടുത്ത് വിളിച്ച് പ്രതാപകേസരി തുടർന്നു. ഞാൻ എന്ത് പറയണം പിതാവേ? ഞാൻ വിവാഹം ചെയ്യാൻ പോകുന്ന കുമാരൻ 9 നക്ഷത്രങ്ങൾ നേടി അപരാജിത പട്ടം കരസ്ഥമാക്കുന്നത് കാണാൻ പോയ ഞാൻ ദുഃഖിതയായി തിരിച്ചു വന്നെന്നോ? ആ സങ്കടം ആരോടും പങ്കുവെക്കാൻ കഴിയാതെ ഞാൻ ഒറ്റപ്പെട്ടു നിൽക്കുകയാണെന്നോ? കരച്ചിലിന്റെ വക്കോളം എത്തിയ മകളുടെ വാക്കുകൾ കേട്ടപ്പോൾ ചേരരാജന്റെ മനസ്സറിഞ്ഞു. അദ്ദേഹം മകളെ ചേർത്തണച്ചുകൊണ്ട് സമാധാനിപ്പിച്ചു. നിനക്കിഷ്ടമില്ലാത്തത് എന്തെങ്കിലും ഞാൻ ചെയ്യുമോ? നിനക്കിഷ്ടപ്പെട്ട പുരുഷനുമായി വിവാഹം നിശ്ചയിച്ചു, പത്രിക അയച്ചു, എന്നിട്ട് പെട്ടെന്നത് വേണ്ടെന്ന് വെച്ചു എന്ന് കേട്ടപ്പോഴുള്ള സങ്കടം മാത്രം. നമുക്കൊന്ന് ആലോചിച്ചിട്ട് തീരുമാനിക്കാമായിരുന്നല്ലോ. ഇല്ല പിതാവേ, എനിക്കൊരു തിടുക്കവുമില്ല. അങ്ങയുടെ തീരുമാനം ഇത് തന്നെ ആയിരിക്കും എന്നോർത്തുകൊണ്ടാണ് എല്ലാം ഇന്ന് തന്നെ അവസാനിപ്പിച്ചത്. അങ്ങ് ശാസിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പ്രഭു. വാസുകി എപ്പോഴും കണ്ണീർ പൊഴിച്ചുകൊണ്ടിരുന്നു. പുത്രി വാത്സല്യമേറിയ പിതാവിനെ എങ്ങനെ തന്റെ വരുതിയിലാക്കണമെന്ന് വാസുകിക്ക് നല്ല പോലെ അറിയാം. മകളെ, ഒരിക്കൽ അപരാജിത പട്ടം നേടിയ ഒരാൾക്ക് പെട്ടെന്ന് ശക്തി ക്ഷയിക്കണമെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവുമല്ലോ. അതറിയാതെ എടുത്തു ചാടി ഏകപക്ഷീയമായ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് ശരിയാണോ? പ്രതാപകേസരി സംശയത്തോടെ ചോദിച്ചു. എന്തിനാണ് പ്രഭു ഇവളോട് വിശദീകരണം തേടുന്നത്? ഇവൾ അങ്ങയുടെ മകളാണ്. അർഹിക്കുന്നതിലധികം വിലയൊന്നും കൽപ്പിക്കേണ്ടതില്ല. ചേര മഹാറാണിക്ക് ദേഷ്യമടക്കാൻ കഴിഞ്ഞില്ല. ദേവി, നീ മിണ്ടാതിരിക്കൂ. ഞാൻ സംസാരിക്കുന്നത് കേൾക്കുന്നില്ലേ? മകളെ വാസുകി, ഇന്ന് അമരേന്ദ്രന്റെ ശക്തിക്കെന്തോ പ്രയാസം സംഭവിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. അതിന്റെ കാരണങ്ങളൊന്നും തന്നെ നമുക്കറിയില്ല. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം അമരേന്ദ്രന് അദ്ദേഹത്തിന്റെ ശക്തി തിരിച്ചു കിട്ടിയാലോ? പാഞ്ചാല യുവരാജൻ വീണ്ടും ശക്തി തെളിയിച്ചാൽ ഈ തീരുമാനം മാറ്റേണ്ടി വരില്ലേ നമുക്ക്? അന്ന് പശ്ചാത്തപിച്ചിട്ടുണ്ട് കാര്യം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു തീരുമാനവും എടുത്തു ചാടി എടുക്കരുതെന്ന്. നല്ല പോലെ ആലോചിച്ചു മാത്രമേ എന്തും തീരുമാനിക്കാവൂ. പിതാവിന്റെ സംസാരം വാസുവിക്ക് ഒട്ടും ഉൾക്കൊള്ളാനാവുന്നതായിരുന്നില്ല. എങ്കിലും അവൾ അനിഷ്ടം പുറത്തു പ്രകടിപ്പിക്കാതെ നിന്നു. അതേ വാസുകി, ഇത് ഞങ്ങളുടെ തീരുമാനമാണ്. നീ ഇത് അനുസരിച്ചേ പറ്റൂ.
നിന്റെ അധികാരം എന്നും അംഗീകരിച്ചു തരാൻ സാധ്യമല്ല. സുജാത ദേവി കോപം ശമിക്കാത്ത സ്വരത്തിൽ പ്രഖ്യാപിച്ചു. ഒരു കൊച്ചു പെൺകുട്ടി എന്തോ അവിവേകം കാണിച്ചു എന്ന് വെച്ച് നീയും അവളെ പോലെ വികാരാധീനയായി എന്തൊക്കെയോ പുലമ്പുന്നത് എന്തിനു ദേവി? അവൾ നമ്മുടെ മകളല്ലേ. തെറ്റുപറ്റിയെങ്കിൽ തിരുത്തേണ്ടവരാണ് നമ്മൾ. അല്ലാതെ വാശി കാണിച്ച് എന്തെങ്കിലും വിളിച്ചു പറയുന്നത് വിവേകമതികൾക്ക് ചേരുന്നതാണോ? ശൈലരാജൻ പത്നിയെ ശാന്തമായി ശാസിച്ച് മകളോടായി പറഞ്ഞു. വാസുകി, നീ ചെന്ന് വിശ്രമിക്കൂ. ഇന്നൊരുപാട് യാത്ര ചെയ്തതല്ലേ? വാസുകി ചിന്തയിൽ മുഴുകി അറയിലേക്ക് എത്തിച്ചു. ചിന്താഭാരത്താൽ താറുന്ന കുമാരിക്ക് പക്ഷേ വിശ്രമിക്കാൻ കഴിഞ്ഞില്ല. പിതാവിനും മാതാവിനും ഞാൻ ഇപ്പോഴും കൊച്ചുകുട്ടിയാണ്. അമരേന്ദ്രന്റെ ശക്തിക്ഷയത്തിന്റെ കാരണം എന്തുമായിക്കൊള്ളട്ടെ, അതെന്തിന് ഞാൻ അന്വേഷിക്കണം? ഞാൻ വിവാഹം ചെയ്യുന്ന പുരുഷൻ ഇന്നും അപരാജിതനായിരിക്കണം. കേവലം 3 നക്ഷത്രങ്ങൾ മാത്രം സ്വന്തമായുള്ള ഒരുവന്റെ ഭാര്യയാകുന്നത് എനിക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ സാധ്യമല്ല. 8 നക്ഷത്രങ്ങൾ കരസ്ഥമാക്കിയ എന്നെ പോലെ ഒരുവൾക്ക് ഒരിക്കലും യോജിച്ച ബന്ധമല്ല അമരേന്ദ്രന്റെ. കഠിനമായി പരിശീലിച്ചാൽ ഞാനും അപരാജിത പട്ടം കരസ്ഥമാക്കിയ യോദ്ധാവായി മാറും. നഷ്ടപ്പെട്ട ശക്തി തിരികെ ലഭിക്കുമെന്നൊക്കെ നിരൂപിച്ച് ഒരുവനെ ജീവിത പങ്കാളിയാക്കാൻ തക്ക വിഡ്ഢിയൊന്നുമല്ല ഈ വാസുകി. ആലോചനക്കിടയിൽ അവൾ ജനലഴികൾക്കിടയിലൂടെ ഒഴുകിയെത്തിയ നിലാവെളിച്ചം ശ്രദ്ധിച്ചു. പാൽനിലാവ് അവളുടെ മേൽ പ്രത്യേകമായ ഒരു ഒളി വിതറി. പൂർണ്ണേന്ദു പ്രകാശത്തിൽ വാസുകി അതിമനോഹരമായൊരു വെണ്ണക്കൽ പ്രതിമയെ പോലെ കാണപ്പെട്ടു. കണ്ണാടിയിലെ പ്രതിബിംബത്തിൽ തന്റെ സൗന്ദര്യം ആസ്വദിച്ച് ഒരു വേള വാസുകി പോലും മതിമറന്നു നിന്നുപോയി. ഇത്രയും മേനിയഴകും ബുദ്ധിസാമർഥ്യമുള്ള എനിക്ക് അമരേന്ദ്രൻ അനുയോജ്യനല്ല. ഇതെന്റെ തീരുമാനമാണ്. അതിലിനി ഒരു മാറ്റവുമില്ല. ആരെന്തു പറഞ്ഞാലും ശരി, ഞാൻ എന്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കും. ഇതെന്റെ ജീവിതമാണ്. ഞാൻ തീരുമാനിക്കുന്നതേ നടക്കൂ. പിതാവും മാതാവും എന്റെ തീരുമാനത്തിനൊപ്പം നിൽക്കണം. അതിനെന്തെങ്കിലും ഒന്ന് ചെയ്തേ മതിയാകൂ. വാസുകി ചിന്താകുലയായി. പെട്ടെന്നാണ് മറ്റൊരു ചിന്ത അവളിലൂടെ മിന്നിമാഞ്ഞത്. അതെ, അത് തന്നെയാണ് വഴി എന്നവൾ ഉറപ്പിച്ചു. അധ്യായം 3. പിതാവ് പറയുന്നത് പോലെ ഏതാനും വർഷങ്ങൾക്ക് ശേഷം അമരേന്ദ്രന് തന്റെ പൂർവ്വശക്തി തിരിച്ചു കിട്ടിയാൽ അതെനിക്ക് അപകടമായി ഭവിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ശക്തിനാശനത്തിനുള്ള കാരണം കണ്ടിച്ച് അമരേന്ദ്രൻ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നാലോ? മറ്റൊരു മഹാചക്ര പരീക്ഷയിൽ 9 നക്ഷത്രങ്ങൾ നേടി അപരാജിത പട്ടം വീണ്ടും സ്വന്തമാക്കിയാലോ? അജയ്യനായി തന്റെ മുന്നിൽ വന്ന് പ്രതികാരം ചെയ്താലോ? നിഷേധിച്ച പ്രണയത്തെപ്പറ്റി അമരേന്ദ്രന് എന്നോടുള്ള ദേഷ്യവും വാശിയും കൂടാനേ വഴിയുള്ളൂ. എന്നോടുള്ള വാശി നിമിത്തം അയാൾ കൂടുതൽ കഠിനാധ്വാനം ചെയ്യുകയും എങ്ങനെയും എന്നെ കീഴ്പ്പെടുത്തണം എന്നുള്ള ചിന്തയിൽ മുഴുകിയിരിക്കാനും സാധ്യതയുണ്ട്. അമരേന്ദ്രന്റെ പിതാവ് അരുണേന്ദ്രനും തന്നോടുള്ള ദേഷ്യം നിമിത്തം മകനെ വിജയശ്രീ ലാളിതനാക്കാൻ എന്തും ചെയ്യുമെന്ന മട്ടിലായിരിക്കും. അവൻ വിജയിച്ചു വന്നാൽ പിന്നെ തന്റെ ജീവിതം വളരെ തുല്യമായിരിക്കും. ഒരു കാലത്തും പിന്നീട് അതിൽ നിന്നൊരു മോചനം എനിക്ക് സാധിക്കുകയില്ല. പ്രണയം മാത്രമല്ല, കൈവിട്ടുപോയ ആത്മാഭിമാനവും തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലായിരിക്കും അമരേന്ദ്രൻ. അതെ, അവനെ ഒരിക്കലും വിജയിക്കാൻ വിടരുത്. അതാണ് വേണ്ടത്. അവന്റെ വിജയത്തിലേക്കുള്ള വഴികളെല്ലാം അതൊക്കെ മതിയാവും. അതിനുള്ള മാർഗമാണ് ഞാൻ കണ്ടെത്തേണ്ടത്. എന്നെ തോൽപ്പിക്കാൻ ഒരിക്കലും അമരേന്ദ്രന് അവസരം നൽകരുത്. വാസുകി ചിന്തിച്ചുറപ്പിച്ച് തന്റെ വിശ്വസ്തനായ നിഘണ്ഠനെ വിളിപ്പിച്ചു. നിഘണ്ഠ, ഇന്നു മുതൽ ഞാൻ നിന്നെ ഒരു ജോലി ഏൽപ്പിക്കുകയാണ്. നീ മാത്രമാണ് ഈ ജോലിക്ക് അനുയോജ്യൻ. നിന്നെ അല്ലാതെ വേറൊരാളെയും എനിക്ക് ഈ ജോലി വിശ്വസിച്ചേൽപ്പിക്കാൻ കഴിയില്ല. കാര്യത്തിന്റെ ഗൗരവം നിനക്ക് ബോധ്യപ്പെട്ടു എന്ന് കരുതട്ടെ. തീർച്ചയായും കുമാരി, അവിടുത്തെ ആജ്ഞ പോലെ, നിഘണ്ഠൻ വിനീതനായി അറിയിച്ചു. ഇനി മുതൽ നീ പാഞ്ചാല യുവരാജാവ് അമരേന്ദ്രന്റെ പുറകെ തന്നെ ഉണ്ടാവണം. അവനെ ഒരു നിഴൽ പോലെ നീ അനുഗമിക്കണം. ആരും അറിയാതെ, അവൻ പോലും അറിയാതെ. അവൻ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു, ആരോട് സംസാരിക്കുന്നു, ആരുമായെല്ലാം ഇടപാടുകൾ നടത്തുന്നു, ആരുടെ കീഴിൽ പരിശീലിക്കുന്നു, എന്തൊക്കെ യുദ്ധമുറകൾ അഭ്യസിക്കുന്നു, അങ്ങനെ എല്ലാം എനിക്കറിയണം. ഇനി ഒരിക്കലും പൂർവ്വശക്തി പ്രാപിച്ച് അമരേന്ദ്രൻ എന്റെ മുന്നിൽ വന്ന് നിൽക്കരുത്. മനസ്സിലായോ? എങ്കിൽ ജോലി തുടങ്ങിക്കോളൂ. വാസുകി ഒന്ന് നിർത്തി. എന്തോ ആലോചിച്ചിട്ടെന്ന പോലെ തുടർന്നു. നീ ചേരരാജ്യത്തിന്റെ ഔദ്യോഗിക ചാരനല്ല എന്ന കാര്യം നീ മറക്കരുത്. നീ എന്റെ മാത്രം ചാരനാണ്. എന്ത് കാര്യവും എന്നെ മാത്രം ബോധിപ്പിക്കുക. നിനക്ക് ഇന്ന് തന്നെ ജോലി തുടങ്ങാം. കൽപ്പന പോലെ കുമാരി. നിഘണ്ഠൻ ആജ്ഞ ഏറ്റെടുക്കും പോലെ തലയാട്ടി. സർവരാലും അപമാനിക്കപ്പെട്ട് പിതാവിനും പ്രതിശ്രുത വധുവിനും കൊടുത്ത വാക്കു പാലിക്കാനാവാതെ, തന്റെ ശക്തിക്ഷയത്തിന്റെ കാരണം വ്യക്തമാകാതെ, ഒറ്റ ദിവസം കൊണ്ട് ആത്മവിശ്വാസവും ആത്മാഭിമാനവും തകർന്ന് തരിപ്പണമായ ഒരു യുവാവ്.
ദേഷ്യവും സങ്കടവും അമസ്രവും ഉത്കണ്ഠയും എല്ലാം ചേർന്ന് അയാളെ വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ദീർഘനാളത്തെ അധ്വാനമെല്ലാം വിഫലമാക്കിയ ആ പരാജയമാണോ, പ്രാണനെ പോലെ കരുതിയിരുന്ന പ്രണയിനിയിൽ നിന്നേറ്റ അപ്രതീക്ഷിത പ്രഹരമാണോ അയാളെ കൂടുതൽ പൊള്ളിക്കുന്നതെന്ന് അയാൾക്കിനിയും മനസ്സിലായിട്ടില്ല. സമാധാനവും സ്വസ്ഥതയും തന്നിൽ നിന്നും അകന്നു മാറി നിൽക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. എത്രയൊക്കെ ആലോചിച്ചിട്ടും മനസ്സിൽ പൊങ്ങിയ ചോദ്യങ്ങളൊന്നും ഉത്തരം കിട്ടാതെ അലഞ്ഞു തിരിയുകയാണ്. ഗതി കിട്ടാത്ത ആത്മാക്കളെ പോലെ അവ എപ്പോഴും അയാളെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ഇത്രയും നാൾ അപമാനം ഭയന്ന് കൊട്ടാരത്തിൽ തന്നെ കഴിച്ചുകൂട്ടിയ അയാൾ ഭ്രാന്തിന്റെ വക്കോളം എത്തിയിരുന്നു. അമരേന്ദ്രൻ കൊട്ടാരവാതിൽ കടന്ന് ആരോടും ഒന്നും മിണ്ടാതെ ഇറങ്ങി നടന്നു. ചുറ്റും കാണുന്നവരെ ഒന്നും നോക്കുക കൂടി ചെയ്യാതെ പാതയിലേക്ക് മാത്രം കണ്ണും നട്ട് അയാൾ നടന്നു. ചുറ്റിലും കേൾക്കുന്ന അടുപ്പിച്ച ചിരികളും പരിഹാസവാക്കുകളും ഗൗനിക്കാതെ. അമര, നീ എങ്ങോട്ട് പോകുന്നു? ഞാനും വരാം, മാധുരി അമരേന്ദ്രനെ അനുഗമിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്കറിയില്ല മാധുരി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എങ്ങോട്ടെങ്കിലും പോകണമെന്ന് ഉറപ്പിച്ചുകൊണ്ടല്ല ഇറങ്ങിയത്. കാലുകൾ കുഴയുന്നവരെ നടക്കണം. പാത അവസാനിക്കുന്നില്ലല്ലോ, എല്ലാം തുടർന്നുകൊണ്ടേയിരിക്കും. അമരേന്ദ്രൻ അവളെ നോക്കാതെ പറഞ്ഞു നിർത്തി. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് അമര? ആളുകൾ പറയുന്നതൊന്നും നീ കേൾക്കാൻ നിൽക്കണ്ട. ഓരോന്ന് ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കരുത് കൂട്ടുകാരാ. എല്ലാം ശരിയാവും. നിന്നിൽ എനിക്ക് വിശ്വാസമുണ്ട്. നീ എന്തായാലും പുറപ്പെട്ടതല്ലേ, ഞാൻ മുടക്കുന്നില്ല. സുരക്ഷിതനായി പോയി വരും. മാധുരി അമരേന്ദ്രനെ ആശ്രയിച്ചുകൊണ്ട് യാത്രയാക്കി. എങ്ങോട്ടെന്നില്ലാതെ അലഞ്ഞ അയാളുടെ കാലുകൾ മാതാവിന്റെ സമാധിയിലാണ് അവസാനിച്ചത്. അവിടെ എത്തിയപ്പോൾ അയാൾക്ക് എന്തെന്നില്ലാത്ത സമാധാനവും സ്വസ്ഥതയും അനുഭവപ്പെട്ടു. മനസ്സിന് വല്ലാത്തൊരു ഭാരക്കുറവ്. ഇത്രയും നാൾ തന്നെ അലട്ടിയിരുന്ന ചോദ്യങ്ങളെല്ലാം ഒരു തൂവൽ പോലെ തന്നിൽ നിന്ന് പാറിപ്പറന്നു പോയതുപോലെ. അമരേന്ദ്രൻ അവിടെ താഴെ ഇരുന്നു കൊണ്ട് സമാധിയിൽ വീണു പഴകിയ പൂവുകളും ഇലകളുമെല്ലാം നീക്കി വൃത്തിയാക്കി. തൽസ്ഥാനത്ത് അയാൾ ഒരു പനിനീർ പുഷ്പം സമർപ്പിച്ചു. തന്റെ മാതാവിന് ഏറെ പ്രിയപ്പെട്ട വെള്ള പനിനീർ പുഷ്പം. മാതാവേ, അവിടുന്ന് എന്നെ കാണുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ? എന്റെ സങ്കടങ്ങളെ പറ്റി അറിയുന്നുണ്ടോ? ഞാൻ തോറ്റുപോയി മാതാവേ. തോൽവിയും അപമാനവും എന്നെ വല്ലാതെ തളർത്തിയിരിക്കുന്നു. അവിടുന്ന് എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. എന്റെ സങ്കടങ്ങളിൽ എനിക്കൊപ്പം ഇരിക്കാൻ, ആശ്വസിപ്പിച്ചുകൊണ്ട് ഒന്ന് ചേർത്ത് പിടിക്കാൻ. കൊച്ചുകുട്ടിയെ പോലെ കരഞ്ഞുകൊണ്ട് അമരേന്ദ്രൻ തന്റെ സങ്കടത്തിന്റെ ചിത്രങ്ങൾ അയച്ചു. മാതാവേ, എന്റെ എത്ര നാളത്തെ കഠിനാധ്വാനമാണെന്നോ വൃഥാവിലായത്. എന്റെ ശക്തിയും ആത്മവിശ്വാസവുമെല്ലാം എവിടെ പോയി ഒളിച്ചുവെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി ഒരിക്കലും എനിക്ക് ആ പഴയ അമരേന്ദ്രനാകാൻ സാധിക്കില്ലേ? വീണ്ടും എനിക്ക് അജയനാകാൻ കഴിയില്ലേ? 3 വർഷങ്ങൾക്ക് ശേഷം വാസുകിയെ യുദ്ധത്തിൽ പരാജയപ്പെടുത്താനാവില്ലേ? എന്തെങ്കിലും ഒന്ന് പറയൂ മാതാവേ, എന്തെങ്കിലും. ദുഃഖത്തിന്റെയും അപമാനഭാരത്തിന്റെയും ചുടുകണ്ണീർ അമരേന്ദ്രന്റെ കണ്ണുകളിൽ നിന്ന് ധാരധാരയായി ഒഴുകി. ഞാൻ ഈ നഷ്ട ജീവിതത്തെ തന്നെ വെറുക്കുന്നു മാതാവേ. എല്ലാവർക്കും അപമാനമായി എന്തിനാണ് എനിക്കിങ്ങനൊരു ജീവിതം? മതിയായി. എല്ലാം അവസാനിപ്പിച്ച് മാതാവിന്റെ അടുത്തേക്ക് വന്നോട്ടെ ഞാൻ. ഇല്ല, ഇങ്ങനെ ചെയ്താൽ അതിമഹത്തായ രാജവംശത്തിന് തന്നെ ഒരു തീരാ കളങ്കമാകും. പാഞ്ചാല രാജൻ അരുണേന്ദ്ര മഹാരാജാവിന്, എന്റെ പിതാവിന് അതൊരിക്കലും സഹിക്കാൻ കഴിയില്ല. ഇല്ല, ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു കടും കൈ ചെയ്തുകൂടാ. എല്ലാവരും ഇപ്പോൾ കരുതും പോലെ ഞാൻ വെറും ഒരു ഭീരുവായി മുദ്രകുത്തപ്പെടും. ഭീരുവല്ല ഈ അമരേന്ദ്രൻ, പാഞ്ചാല രാജ്യത്തിന്റെ യുവരാജാവാണ്. പെട്ടെന്നാണ് ഒരു ഭീമാകാര ശബ്ദം അമരേന്ദ്രന്റെ കരച്ചിലിനും മീതെ പ്രതിധ്വനിച്ചത്. താനല്ലാതെ മറ്റാരുമില്ലാത്ത ഈ ഇടത്തിൽ എവിടെ നിന്നാണ് മറ്റൊരു ശബ്ദം എന്നയാൾ അമ്പരന്നു. കരച്ചിൽ നിർത്തി അയാൾ ചുറ്റുപാടും നോക്കി. അന്തരീക്ഷമാകെ കലങ്ങി മറഞ്ഞിരിക്കുന്നു. അതിശക്തമായ കാറ്റും പൊടിയും അയാളുടെ കാഴ്ചയെ മറച്ചു. സമാധിയിൽ സമർപ്പിച്ച പനിനീർ പൂവ് ഇതളുകളായി എങ്ങോട്ടോ പറന്നകന്നു. ഉണങ്ങിയ ഇലകളും പൊടിപടലവും വീണ്ടും സമാധിയിൽ സ്ഥാനമുറപ്പിച്ചു. നിമിഷങ്ങൾക്കകം കാറ്റു നിന്നു. നേരത്തെ ശ്രവിച്ച ആ ശബ്ദം വീണ്ടും കാതുകളിലേക്ക് വന്നലച്ചു. അമരേന്ദ്ര! ആ അജ്ഞാത ശബ്ദത്തിന്റെ ആജ്ഞാശക്തിയിൽ അമരേന്ദ്രൻ ആകൃഷ്ടനായി. അയാൾ പരിഭ്രാന്തിയോട് ചുറ്റുപാടും നോക്കി. ആ ശബ്ദത്തിന്റെ ഉറവിടത്തെ അന്വേഷിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. നീ ആരെയാണ് അന്വേഷിക്കുന്നത് കുമാര? ശാന്തനാകൂ. ഞാൻ നിന്റെ തൊട്ടടുത്ത് തന്നെയുണ്ട്. നിന്റെ കയ്യിലെ മോതിരത്തിലേക്ക് ഒന്ന് കാതോർക്കൂ. എന്റെ ശബ്ദം കേൾക്കാം. ആ അജ്ഞാത ശബ്ദം അതേ സ്വരത്തിൽ ആവർത്തിച്ചു. മരങ്ങളുടെ മറവ് മുതൽ സമാധിക്ക് 4 പുറവും പരഞ്ഞു നടന്ന അമരേന്ദ്രൻ ഒരു നിമിഷം
സ്തബ്ധനായി. വിശ്വസിക്കാനാവാത്ത പോലെ അവൻ നിശ്ചലനായി. ചുറ്റുപാടും ഒന്നുകൂടി കണ്ണോടി. നീ എന്നെ അന്വേഷിച്ച് വിഷമിക്കേണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നിന്റെ തൊട്ടടുത്തുണ്ട്. ആ വിരലിലേക്ക് ഒന്ന് നോക്കിയാലും അമരേന്ദ്ര. അജ്ഞാത ശബ്ദം വീണ്ടും മുഴങ്ങി. പ്രായമേറിയതെങ്കിലും പ്രൗഢിയുള്ള ഘനശബ്ദം തുടർന്നു. നീ എന്തോ വലിയ കുഴപ്പത്തിൽ അകപ്പെട്ടിരിക്കുകയാണല്ലോ. എന്തു പറ്റി? ഞാൻ നിനക്ക് വേണ്ടി എന്ത് സഹായവും ചെയ്യാം. കാതുകൾ കൊണ്ട് കേട്ടത് തെറ്റാണെന്നുള്ള ഉറച്ച ബോധ്യത്തിൽ അമരേന്ദ്രൻ വലത് കൈയിലെ മോതിരത്തിലേക്ക് നോക്കി. തന്റെ മാതാവ് അവസാനമായി തനിക്ക് നൽകിയ വജ്രം പതിപ്പിച്ച വിശിഷ്ട മോതിരം പൊട്ടിത്തിളങ്ങി. നോക്കി നിൽക്കെ മോതിരത്തിൽ നിന്ന് വലിയൊരു പ്രകാശം പുറത്തേക്ക് വ്യാപിച്ചു. അന്തരീക്ഷം വീണ്ടും കലുഷിതമായി. വലിയൊരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് മോതിരത്തിൽ നിന്നുള്ള പ്രകാശം അമരേന്ദ്രന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. തനിക്ക് മുന്നിൽ നടക്കുന്നത് എന്തെന്ന് മനസ്സിലാവാതെ അമരേന്ദ്രൻ പകച്ചുപോയി. സ്വന്തം കണ്ണുകളെ പോലും വിശ്വസിക്കാനാവാതെ അദ്ദേഹം പരിശ്രമം മറച്ചുവെക്കാതെ ആരാഞ്ഞു. ആരാണ് താങ്കൾ? ആരാണ്? എന്തിനാണ് എന്നെ തിരഞ്ഞു വന്നിരിക്കുന്നത്? ആ പുകമറക്കുള്ളിൽ നിന്ന് ഒരു രൂപം പതിയെ ദൃശ്യമാകാൻ തുടങ്ങി. ശുഭ്രവസ്ത്രം ധരിച്ച് വെളുത്ത് നീണ്ട താടി തലോടി ഈ ലോകത്തെ മുഴുവൻ ശാന്തതയും സമാധാനവും തന്നിലേക്ക് ആവാഹിച്ചിരിക്കുന്നത് പോലെ വെളുക്കേച്ചിരിക്കുന്ന ഒരു മനുഷ്യരൂപം അമരേന്ദ്രന്റെ മുന്നിൽ പ്രത്യക്ഷനായി. ജ്ഞാനവും വിവേകവും അദ്ദേഹത്തിന്റെ നോട്ടത്തിൽ തിളങ്ങി. ഒരു ദേവദൂതനെ പോലെ ആകാശവെന്മയിൽ ആറാടി നിൽക്കുന്ന ആ രൂപത്തെ അമരേന്ദ്രൻ കണ്ണിറുകി കണ്ടു. ഇതുവരെ താൻ ദർശിക്കാത്ത ഒരു കാഴ്ച. താങ്കൾ എങ്ങനെയാണ് എന്റെ മോതിരത്തിൽ കയറിക്കൂടിയത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. താങ്കൾ ആരാണ്? എവിടെ നിന്നാണ്? അമരേന്ദ്രൻ സംശയത്തോടെ ചോദിച്ചു. കുസൃതി നിറഞ്ഞ പുഞ്ചിരിയോടെ ആ ശബ്ദം പ്രതിഫലിച്ചു. ഞാൻ ആരാണ്, എന്താണ് എന്നതൊന്നും നിന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല അമരേന്ദ്ര. നീ അറിയേണ്ടത് സമയാസമയങ്ങളിൽ ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ ചോദ്യങ്ങൾ വേണ്ട. ഒന്ന് മാത്രം അറിഞ്ഞുകൊള്ളുക. നിന്നെ രക്ഷിക്കാൻ വന്നതാണ് ഞാൻ. നിങ്ങൾ എന്തിനാണ് എന്നെ സഹായിക്കുന്നത്? എനിക്കാരുടെയും സഹായം വേണ്ട. എന്നെ ഒന്ന് സ്വസ്ഥമായി വിട്ടാൽ മതി. അമരേന്ദ്രൻ ഈർഷ്യ മറച്ചു വെക്കാതെ അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ 3 വർഷമായി ഞാൻ നിന്നോടൊപ്പം തന്നെ ഉണ്ട് കുമാര. നിദ്രയിലും ഉണർവിലും ഞാൻ നിന്നെ പിന്തുടർന്നു കൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഇപ്പോഴാണ് എന്റെ ജീവൽ ചൈതന്യം വെളിവാക്കാൻ പറ്റിയ സമയമെന്ന് ഞാൻ അറിയുന്നു. ഇനി നിന്റെ എല്ലാ ആവശ്യത്തിനും ഞാൻ കൂടെ തന്നെയുണ്ട്. ആ മനുഷ്യരൂപം മറുപടി പറഞ്ഞു. എന്ത്? ഞാൻ എന്താണ് കേൾക്കുന്നത്? കഴിഞ്ഞ 3 വർഷമായി അങ്ങ് എന്നോടൊപ്പം ഉണ്ടെന്നോ? അസംഭവ്യം. ഞാൻ അറിയാതെ എങ്ങനെ എന്നോടൊപ്പം? അമരേന്ദ്രൻ ആലോചനാ നിമഗ്നനായി പതിയെ പറഞ്ഞു. അതേ കുമാര, നിനക്കെന്താണിത് വിശ്വസിക്കാൻ പ്രയാസം? ഇപ്പോൾ ഞാൻ നിന്റെ മുന്നിൽ പ്രത്യക്ഷനായല്ലോ. അദ്ദേഹം ശാന്തനായി പ്രതിവചിച്ചു. പെട്ടെന്ന് അമരേന്ദ്രൻ ഭാവം മാറി രോഷാകുലനായി പറഞ്ഞു. ഓഹോ, അപ്പോൾ അങ്ങയുടെ സാന്നിധ്യമാണ് എന്റെ എല്ലാ പരാജയത്തിനും പിറകിൽ അല്ലേ? അങ്ങ് കാരണമാണ് മഹാചക്ര പരീക്ഷയിൽ ഞാൻ തോറ്റുപോയത്. എല്ലാവരുടെയും മുന്നിലും അപമാനിതനായി ഇപ്പോൾ സ്വയം ഹത്യയെപ്പറ്റി വരെ ചിന്തിക്കുന്നിടത്തനായി ഇവിടെ വന്നിരിക്കേണ്ടി വന്നത്. എന്റെ ജീവിതവും പ്രണയവും അഭിമാനവും ശക്തിയും എല്ലാം അങ്ങ് മൂലമാണ് നഷ്ടമായത്. അല്ലാതെ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ വേറൊരു കാരണവും ഞാൻ കാണുന്നില്ല. അപരാജിത പട്ടം നേടാൻ സർവ്വതാ യോഗ്യനായ എന്നെ ഇങ്ങനെ ശിക്ഷിച്ചിട്ട് അങ്ങേക്ക് എന്താണ് നേടേണ്ടത്? അമരേന്ദ്രന്റെ കോപം മുഴങ്ങുന്ന സംസാരം കേട്ടപ്പോൾ അദ്ദേഹത്തിന് ചിരിയടക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഉച്ചത്തിൽ ചിരിക്കാൻ ആരംഭിച്ചു. അത് കേട്ടപ്പോൾ അമരേന്ദ്രൻ ദേഷ്യം കൊണ്ട് ജ്വലിച്ചു. അങ്ങെന്തിനാണ് എന്നെ ഇങ്ങനെ പരിഹസിക്കുന്നത്? അങ്ങയോട് ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ഈ പാഞ്ചാല ദേശം മുഴുവൻ ഇപ്പോൾ എന്നെ ഓർത്ത് പരിഹാസവസ്ത്രം ചൊരിയുകയാണ്. ഇപ്പോൾ അങ്ങും. ആരോടും ഒരു ദ്രോഹവും ചെയ്യാത്ത ഞാൻ എന്തിനാണ് ഇതെല്ലാം അനുഭവിക്കുന്നത്? മതിയായി, എല്ലാം മതിയായി. എനിക്ക് നിങ്ങളെ കാണണ്ട. മുന്നിൽ നിന്ന് പോകൂ. കോപം അടക്കാനാവാതെ അമരേന്ദ്രൻ ആ വജ്രമോതിരം ദൂരേക്ക് വലിച്ചെറിഞ്ഞു. വികാര വിക്ഷോഭത്താൽ താൻ ഊരിയെറിയുന്നത് സ്വന്തം മാതാവിന്റെ അന്ത്യസമ്മാനമാണെന്ന് കൂടി അമരേന്ദ്രൻ മറന്നുപോയി. നിഷ്കളങ്കമായിരുന്ന ആ മുഖം പെട്ടെന്ന് ഗൗരവത്തിലായി. സംഭവിച്ചത് സംഭവിച്ചു. വിധിയെ തടുക്കാൻ ആർക്കും ആവില്ല കുമാര. വികാരങ്ങളെ അടക്കാൻ പഠിക്കൂ. നീ ഒരു യുവരാജാവാണ് എന്ന കാര്യം മറക്കരുത്. ഞാനല്ല നിന്റെ പരാജയങ്ങൾക്ക് കാരണം. ഞാൻ നിന്നെ സഹായിക്കാൻ വന്നവനാണ്. നീ ഊരിയെറിഞ്ഞ ഈ മോതിരം വിരലിൽ അണിയൂ. നിങ്ങളെ ഞാൻ എന്തിനു ഇനി സഹിക്കണം? എന്തിനാണ് ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നത്? എനിക്ക് ദോഷം മാത്രം ചെയ്യുന്ന ഈ മോതിരം
ഇനി ഞാൻ അണിയുന്ന പ്രശ്നമില്ല. എന്നെ നിർബന്ധിക്കരുത്. എന്റെ എല്ലാ പരാജയങ്ങളുടെയും ഹേതുവായ അങ്ങയെ ഇനിയും വിശ്വസിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. എന്നെ ദയവ് ചെയ്ത് വെറുതെ വിടൂ. അമരേന്ദ്രൻ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് പറഞ്ഞൊപ്പിച്ചു. നിന്നോടൊരു വാഗ്വാദത്തിന് ഞാൻ മുതിരുന്നില്ല. കുമാരന്റെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി ഇന്നെനിക്ക് പറയാനാവില്ല. സമയം വരട്ടെ, അന്നെല്ലാം വ്യക്തമാവും. സംയമനം പാലിച്ചുകൊണ്ട് ആ മനുഷ്യരൂപം തുടർന്നു. ഈ പാഞ്ചാല രാജ്യത്ത് തല ഉയർത്തിപ്പിടിച്ചു നടക്കണമെന്ന് അങ്ങേക്ക് ആഗ്രഹമില്ലേ? അപമാനിച്ചവരുടെ മുന്നിൽ വിജയശ്രീ ലാളിതനായി നിൽക്കണ്ടേ? അങ്ങേ പറഞ്ഞു പറ്റിച്ച ചേര രാജകുമാരിക്കുള്ള മറുപടിയെങ്കിലും നൽകേണ്ടേ? 9 നക്ഷത്രങ്ങൾ നേടി അപരാജിത പട്ടം കരസ്ഥമാക്കുമെന്ന് പാഞ്ചാല രാജന് നൽകിയ വാക്കെങ്കിലും പാലിക്കേണ്ടേ? എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. വാസുകിയുടെ കാര്യം കേട്ടതിലുള്ള അമർഷത്തോടെ അമരേന്ദ്രൻ പറഞ്ഞു. എന്റെ സഹായമില്ലാതെയും കുമാരന് അപരാജിത പട്ടം സ്വന്തമാക്കാൻ പറ്റുമായി. ഇല്ലെന്നല്ല, അങ്ങ് ഇത്രയും അറിവും കഴിവും ഉള്ളവനാണ്. പക്ഷേ അതിനുള്ള സമയം കുറവാണ്. അങ്ങേക്കിപ്പോൾ 20 വയസ്സ് തികഞ്ഞു. 21 വയസ്സ് പൂർത്തിയാകുമ്പോഴേക്കും അങ്ങേക്ക് 7 നക്ഷത്രങ്ങളെങ്കിലും നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ രാജ്യത്ത് നിന്ന് തന്നെ അങ്ങ് ഭ്രഷ്ടനായി. ഈ ഒരു വർഷത്തിനുള്ളിൽ നക്ഷത്രങ്ങളുടെ എണ്ണം 3-ൽ നിന്ന് 7 ഉയർത്തുക എന്നുള്ളത് അസംഭവ്യമാണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. നൂറ്റാണ്ടുകളായുള്ള പാഞ്ചാല നിയമ സംഹിത അനുസരിച്ച് 21 വയസ്സിനുള്ളിൽ കരസ്ഥമാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിന് സാധിച്ചില്ലെങ്കിൽ ഭ്രഷ്ട തന്നെ ഫലം. അതിൽ നിന്ന് അങ്ങയുടെ പിതാവ് പാഞ്ചാല രാജാധിപൻ അരുണേന്ദ്ര രാജന് പോലും അങ്ങയെ രക്ഷിക്കാൻ കഴിയില്ല. ആ ശുദ്രരൂപം അമരേന്ദ്രനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. അങ്ങക്കിതൊക്കെ എങ്ങനെ അറിയാം? നീ ആരാണ്? എന്നെ നാട് കടത്താമെന്നെല്ലാം എന്റെ മുന്നിൽ വന്നെന്ന് പറയാൻ എങ്ങനെ ധൈര്യം വന്നു? ഞാൻ ഈ രാജ്യത്തിന്റെ യുവരാജാവാണ്, അത് മറക്കരുത്. സ്വയം സമാധാനിക്കാൻ എന്ന വണ്ണം അമരേന്ദ്രൻ പറഞ്ഞുകൊണ്ടിരുന്നു. താൻ അനുഭവിക്കേണ്ട പരീക്ഷണങ്ങൾ ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്ന് അദ്ദേഹം തിരിച്ചറിയുകയായിരുന്നു. ശോഭനമായിരുന്ന തന്റെ ഭാവി കാലത്തേക്ക് ഇരുട്ടിനെ തള്ളിക്കയറ്റിയത് തന്റെ അങ്കുലീയത്തിൽ കുടിപാർത്തിരുന്ന ഈ മനുഷ്യൻ തന്നെയായിരിക്കുമെന്ന് അതുവരെയും അമരേന്ദ്രൻ ഉറച്ചു വിശ്വസിച്ചു. സത്യം എന്താണ്? ആരാണ് ഈ യോഗി? അമരേന്ദ്രന്റെ മനസ്സിനെ ചോദ്യങ്ങൾ മതിച്ചുകൊണ്ടിരുന്നു. അധ്യായം 4. ചൈതന്യം തുളുമ്പുന്ന ആ യോഗി അമരേന്ദ്രനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. തന്റെ ശക്തിക്ഷയത്തിനുള്ള ഹേതു ദേഹമാണെന്ന് തന്നെ ഇരിക്കട്ടെ. പക്ഷേ ഈ മനുഷ്യൻ പറയുന്നതെല്ലാം യാഥാർത്ഥ്യം. 21 വയസ്സിനപ്പുറം ഞാൻ എന്ത് നേടിയിട്ടും ഫലമുണ്ടാവില്ല. നേടാനുള്ളതെല്ലാം അതിനു മുമ്പ് ഇതാ ഈ 20 വയസ്സിൽ നേടിയിരിക്കണം. അപരാജിത മുതൽ വാസുകിയുമായുള്ള വിജയം ഉൾപ്പെടെ. എങ്കിൽ മാത്രമേ പാഞ്ചാല രാജ്യത്തിന്റെ സിംഹാസനം എനിക്ക് അലങ്കരിക്കാനാകൂ. പിതാവിനോടും സ്വർഗം പോകിയ മാതാവിനോടുമുള്ള കടമ എനിക്ക് നിർവഹിക്കാനാകൂ. അമരേന്ദ്രൻ ചിന്തിച്ചുറപ്പിച്ച മട്ടിൽ നിന്നോ ശേഷം ഒരിക്കൽ കൂടി യോഗിയോടായി ചോദിച്ചു. എന്നാലും അങ്ങേക്കിതൊക്കെ എങ്ങനെ അറിയാം? അങ്ങ് പറഞ്ഞതെല്ലാം ശരിയാണെന്ന് തന്നെ വെക്കാം. പക്ഷേ ആരാണെന്ന് പോലും അറിയാത്ത ഒരാളെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? എന്തിനു വിശ്വസിക്കണം? ഞാൻ പറഞ്ഞത് മാത്രമാണ് അമരേന്ദ്ര സത്യം. അത് മാത്രമാണ് യാഥാർത്ഥ്യം. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ആസന്നമായ യാഥാർത്ഥ്യത്തെ മാറ്റാൻ സാധ്യമല്ലല്ലോ. ഇപ്പോൾ ഞാൻ പറയുന്നത് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല എങ്കിൽ വാസുകിയുമായുള്ള യുദ്ധത്തിൽ നീ പരാജയപ്പെടും. യോഗി വര്യൻ അമരേന്ദ്രനെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചു. എന്തിനാണ് അങ്ങ് വാസുകിയുടെ നാമം എപ്പോഴും ഉരുവിടുന്നത്? അമരേന്ദ്രൻ കോപാകുലനായി. ശാന്തനാകൂ കുമാര. ഒരാൾക്ക് കഠിന പരിശ്രമം ചെയ്യാൻ ഇങ്ങനെ കുറച്ചു മനുഷ്യർ ഉണ്ടാകുന്നത് നല്ലതല്ലേ? വിശ്രമമില്ലാതെ പരിശീലിക്കാനും വിജയം കൊയ്യാനും ആ നാമം മനസ്സിൽ കിടക്കട്ടെ. അമരേന്ദ്ര, അതിന് നീ എന്തിനു ദേഷ്യപ്പെടണം? വാസുകി എന്ന പേര് നിനക്കിപ്പോൾ വാശിയാണ് നൽകേണ്ടത്. ആലോചിച്ച് ഉചിതമായ തീരുമാനത്തിലെത്തൂ കുമാരൻ. യോഗി വിശദീകരിച്ചു. എന്തിനാണ് അങ്ങനെ സഹായിക്കുന്നത്? ഇങ്ങനെ ആരാണ്? അങ്ങേ ഞാൻ എന്തിനു വിശ്വസിക്കണം? ഇതിനുള്ള ഉത്തരം എനിക്ക് കിട്ടിയേ തീരൂ. അമരേന്ദ്രൻ സംശയം തീരാതെ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ കുമാര, മുഴുവൻ കാര്യങ്ങളും അങ്ങയോട് വെളിപ്പെടുത്താൻ സമയമായിട്ടില്ല. പക്ഷേ ഒരു കാര്യം മാത്രം ഓർക്കുക. അങ്ങയുടെ മാതാവ് സമ്മാനിച്ച ഈ മോതിരത്തിലാണ് ഞാൻ ഇത്രയും കാലം കുടിപാർത്തിരുന്നത്. അങ്ങയുടെ മാതാവ് അങ്ങേക്ക് എന്തെങ്കിലും ദോഷം ചെയ്യുമെന്ന് കരുതുന്നുണ്ടോ? ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ വന്നതല്ല.
നീ എന്നെ വിശ്വസിച്ചേ മതിയാവും. യോഗി പറഞ്ഞു നിർത്തി. അമരേന്ദ്രൻ ചിന്തയിൽ മുഴുകി. മാതാവ് എനിക്കൊരിക്കലും ദോഷം ചെയ്യില്ല. ഇദ്ദേഹം പറയുന്നത് വിശ്വസിച്ചേ പറ്റൂ. ഇദ്ദേഹത്തിന്റെ വാക്കുകൾ മാതാവിന്റെ വാക്കുകളെ പോലെ വിശ്വസിക്കാനേ തരമുള്ളൂ. നഷ്ടപ്പെട്ട ശക്തി വീണ്ടെടുക്കാൻ ഇദ്ദേഹത്തിന്റെ സഹായം തേടാം. എന്താണ് ആലോചിക്കുന്നത് കുമാര? യോഗി ചോദിച്ചു. ഞാൻ അങ്ങ് പറയുന്നത് പോലെ അനുസരിക്കാം. അങ്ങയുടെ വാക്കുകൾ എന്റെ മാതാവിന്റെ വാക്കുകൾ പോലെ ഞാൻ ശ്രവിച്ചു കൊള്ളാം. കേവലം ഒരു കൊല്ലത്തിനുള്ളിൽ മഹാചക്ര പരീക്ഷയിൽ വിജയിക്കാൻ തനിച്ച് എന്നെ കൊണ്ട് സാധിക്കുമെന്ന് തോന്നുന്നില്ല. അങ്ങന്റെ ഗുരുസ്ഥാനീയനായി എന്നെ ഉപദേശിച്ചാലും വാസുകിയുമായിട്ടുള്ള യുദ്ധത്തിൽ ഞാൻ വിജയിച്ചു വരുന്ന നാളുകൾ സ്വപ്നം കണ്ടുകൊണ്ടായിരിക്കും ഇനിയുള്ള എന്റെ യാമങ്ങൾ. ഒടുവിൽ അമരേന്ദ്രൻ യോഗിയുടെ വാക്കുകൾക്ക് മുന്നിൽ വഴങ്ങി. നല്ലൊരു കുമാരൻ, നിനക്ക് വിവേകമുദിച്ചുവെന്ന് തന്നെ കരുതട്ടെ. നിന്റെ ജയം ഇനി എന്റെയും കൂടി ഉത്തരവാദിത്വമാണ്. അതിനായി ഏതറ്റം വരെയും നമുക്ക് പോകാം. നീ പറഞ്ഞതുപോലെ ഗുരുസ്ഥാനീയനായി തന്നെ എന്നെ കരുതിക്കൊള്ളുക. യോഗി സംതൃപ്തിയോടെ പ്രതിവചിച്ചു. ഗുരു, അങ്ങയുടെ പേരെങ്കിലും? അമരേന്ദ്രൻ ചോദിച്ചു. എന്റെ പേര് വരുണമിത്രൻ എന്നാണ് കുമാരൻ. നിനക്കെന്നെ ഗുരുജി എന്ന് വിളിക്കാം. പ്രായത്തിലും അനുഭവത്തിലും വിവേകത്തിലും ഈ മനുഷ്യൻ മറ്റാരേക്കാളും ഉന്നതൻ തന്നെ. ഇദ്ദേഹത്തെ ഗുരുജി എന്ന് വിളിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ആലോചിച്ചുറപ്പിച്ച് അമരേന്ദ്രൻ പറഞ്ഞു. അങ്ങനെയാവട്ടെ ഗുരുജി. എല്ലാം അങ്ങ് പറയുന്നത് പോലെ. നമ്മൾ എന്നു മുതലാണ് പരിശീലനം ആരംഭിക്കുന്നത് എന്നറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഒരു കാര്യവും പിന്നേക്ക് നീട്ടിവെക്കരുതെന്നല്ലേ? നമുക്കിന്ന് തന്നെ ആരംഭിക്കാം. ആദ്യം മനസ്സിനും ശരീരത്തിനുമുള്ള പരിശീലനം തന്നെയാവട്ടെ. ഒരൗഷധം സേവിച്ചുകൊണ്ട് ആരംഭിക്കാം. എന്താ? വരുണമിത്രൻ ആരായിരുന്നു? അങ്ങയുടെ ഇംഗിതം പോലെ ഗുരു. അങ്ങുദ്ദേശിക്കുന്നത് മൈഥിലി ദ്രാവകമാണോ? എന്തൊരു ഞെട്ടലോടെ അമരേന്ദ്രൻ ചോദിച്ചു. അല്ല, അതിനേക്കാൾ 10 മടങ്ങ് ശക്തി പ്രദാനം ചെയ്യുന്ന ഒന്ന്, അമൃതിന് തുല്യം. മറ്റെന്തിനേക്കാളും ഊർജം നൽകുന്ന പാനീയം. ലോകത്തിലെ തന്നെ കേൾവി കേട്ട ഈ ഔഷധത്തിന്റെ പേര് അമൃതധാര. വരുണമിത്രൻ അത്ഭുതഭാവത്തിൽ പറഞ്ഞു നിർത്തി. അമൃതധാര? അങ്ങനെ ഒരു പാനീയമുണ്ടോ? ഞാൻ ഇന്നേ വരെ കേട്ടിട്ടില്ല. മറ്റേത് ദ്രാവകങ്ങളെക്കാളും ഇതിനുള്ള മേന്മ എന്താണ് ഗുരുജി? അമരേന്ദ്രൻ വീണ്ടും സംശയാലുവായി. കുമാര, അറിയുവാനുള്ള നിന്റെ തുരയെ ഞാൻ കുറച്ചു കാണുന്നില്ല. പക്ഷേ എന്നോട് അധികം ചോദ്യങ്ങൾ ചോദിച്ച് സമയം കളയേണ്ടതില്ല. ഞാൻ ചെയ്യാൻ പറയുന്ന ഏതൊന്നിനും എന്തെങ്കിലും ലക്ഷ്യം കാണും. അത് സമയമാവുമ്പോൾ കുമാരൻ തിരിച്ചറിയും. മനസ്സിലായല്ലോ? വരുണമിത്രൻ നീരസം മറച്ചു വെക്കാതെ പറഞ്ഞു. എന്നാലും അമരേന്ദ്രന് കൗതുകം അടക്കാൻ കഴിഞ്ഞില്ല. കുമാര, ഓരോരുത്തർക്കും അവരവരുടേതായ ലക്ഷ്യമുണ്ട്, മാർഗമുണ്ട്. എന്റെ ലക്ഷ്യം ഞാൻ നിറവേറ്റുന്നു എന്നേ ഉള്ളൂ. അതിനിടയിൽ ഒരുപാട് ചോദ്യങ്ങളൊന്നും വേണ്ട. ഉത്തരങ്ങൾ നൽകാൻ തുടങ്ങിയാൽ അതിനു മാത്രമേ നമുക്ക് സമയം കിട്ടൂ. നമ്മുടെ കയ്യിൽ പരിമിതമായ സമയമേ ഉള്ളുവെന്നറിയാമല്ലോ. അതുകൊണ്ട് പരമാവധി ചോദ്യങ്ങൾ കുറച്ച് കർമ്മം ചെയ്യൂ. വരുണമിത്രൻ അമരേന്ദ്രനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. ആദ്യം ഒരു ഗുരുജി. അമരേന്ദ്രൻ അച്ചടക്കമുള്ള ഒരു ശിഷ്യനായി. കുമാര, കുറച്ച് പച്ചമരുന്നുകൾ ഞാൻ കുറിച്ചു തരാം. അതെത്രയും പെട്ടെന്ന് കൊണ്ടുവന്നാൽ നമുക്ക് അമൃതധാര നിർമ്മിക്കാൻ ആരംഭിക്കാം. അതും സേവിച്ചുകൊണ്ടാവട്ടെ ആരംഭം കുറിക്കുന്നത്. പിഴയ്ക്കാത്ത ചുവടുകൾ ഈശ്വരൻ നിനക്ക് സമ്മാനിക്കും. വരുണമിത്രൻ കുറിപ്പടി കൈമാറി. അയ്യോ, ഈ മരുന്നുകൾക്കെല്ലാം വലിയ വില നൽകേണ്ടി വരുമല്ലോ. എന്റെ കൈവശം ഇപ്പോൾ ഇത്രയും പണം. അമരേന്ദ്രൻ നിസ്സഹായ അവസ്ഥ മറച്ചു വെക്കാതെ പറഞ്ഞു. നിന്നെ പരിശീലിപ്പിക്കാനും പൂർണ്ണ ആരോഗ്യവാനായി നിലനിർത്താനും എനിക്ക് സഹായിക്കാനാകും. പക്ഷേ അതിനുള്ള പണം നീ തന്നെ കണ്ടുപിടിക്കണം. അത് നിന്റെ കടമയാണ്. വരുണമിത്രൻ കൈമലർത്തി. 1000 സ്വർണ്ണ നാണയങ്ങൾ സംഘടിപ്പിക്കുക എന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ശ്രമകരമായ ജോലിയാണ്. എങ്കിലും ഞാൻ ശ്രമിച്ചു നോക്കാം ഗുരുജി. അമരേന്ദ്രൻ ആശയക്കുഴപ്പത്തിലായി. പെട്ടെന്നാണ് ദൂരെ നിന്നും ഒരു കാലടിയൊച്ച കേൾക്കുന്നത്. ആ കാലടി ശബ്ദം അവരെ ലക്ഷ്യമാക്കി നടന്നു വരികയാണെന്ന് മനസ്സിലാക്കി അമരേന്ദ്രനും വരുണമിത്രനും ഒരു നിമിഷത്തേക്ക് സ്തബ്ധരായി. ഞാൻ ഈ മോതിരത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു അമരേന്ദ്ര. എന്നെ ആരും കാണാൻ പാടില്ല. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്നിവിടെ സംഭവിച്ചതെല്ലാം
രഹസ്യമാക്കിയിട്ട് നീ സൂക്ഷിക്കുക. ഒരാളോട് പോലും ഒന്നും പറയരുത്. എന്നെ കണ്ടതും നമ്മൾ സംസാരിച്ചതും ഒന്നും അമൃതധാരയുണ്ടാക്കാനാണ് ഈ ഔഷധക്കൂട്ടുകളെന്നും ആരും അറിയാനും പാടില്ല. വരുണമിത്രൻ നിർദ്ദേശങ്ങൾ നൽകി അങ്കുലീയത്തിന്റെ ഉത്തിരിവട്ടത്തേക്ക് മറഞ്ഞു. കാലടി ശബ്ദം അടുത്തടുത്ത് വരും തോറും ആരാണ് തന്നെ തേടി വരുന്നതെന്ന് അമരേന്ദ്രന് മനസ്സിലായി. താൻ ഏതവസ്ഥയിലാണെങ്കിലും തന്നെ തേടി വരുന്ന ഒരേ ഒരു മനുഷ്യൻ. കളിക്കൂട്ടുകാരി മാധുരിയുടെ ശബ്ദം അവിടെ മുഴങ്ങി. നീ പോന്നിട്ട് ഒരുപാട് സമയമായല്ലോ അമര, അതുകൊണ്ട് അന്വേഷിച്ചിറങ്ങിയതാണ്. മാധുരി സ്വയം വിശദീകരിച്ചു. ഞാൻ ഇവിടെ ഉണ്ടാകുമെന്ന് നിനക്കെങ്ങനെ അറിയാം? ഞാൻ പറഞ്ഞില്ലല്ലോ മാധു. അമരേന്ദ്രൻ ആശ്ചര്യവാനായി. മനസ്സിന് അത്രയും വിഷമം തോന്നുമ്പോൾ നീ ഇവിടെയല്ലേ സ്ഥിരം വരുന്നത്? മാതാവിന്റെ സമാധിയേക്കാൾ, മാതാവിന്റെ സാമീപ്യത്തെക്കാൾ നിന്നെ സുഖപ്പെടുത്താൻ മറ്റേത് മരുന്നിന് കഴിയും? ഇതൊക്കെ എനിക്ക് അറിയാത്തതാണോ? നിനക്കെന്ത് വന്നാലും ഞാൻ കൂടെ ഉണ്ടാവും. ആരെന്തു പറഞ്ഞു നിന്നെ അവഹേളിക്കാൻ ശ്രമിച്ചാലും ഞാൻ അതൊന്നും വിശ്വസിക്കില്ല. നിന്റെ കഴിവിലും പ്രവൃത്തിയിലും എനിക്ക് ഉറച്ച ബോധ്യമുണ്ടാവരാ. നീ ഒന്നുകൊണ്ടും പേടിക്കരുത്. ഇല്ല മാധു, എന്നെക്കുറിച്ച് ഓർക്കാൻ നീയെങ്കിലും ഉണ്ടെന്നുള്ള ആശ്വാസത്തിലാണ് ഞാൻ. പ്രാണനെ പോലെ വിശ്വസിച്ച മനുഷ്യരാൽ വഞ്ചിക്കപ്പെട്ടാൽ പിന്നെ ലോകത്തുള്ള മറ്റൊരാളെയും നമുക്ക് വിശ്വാസത്തോടെ കൂടെ കൂട്ടാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ നീ മാത്രമാണ് എന്റെ പ്രതീക്ഷ. അവളുടെ പിന്തുണയോടുള്ള വാക്കുകൾ കേട്ട് അമരേന്ദ്രന് തെല്ലൊരാശ്വാസം തോന്നിയെങ്കിലും പൊടുന്നനെ അത് ആശങ്കകൾക്ക് വഴിമാറി. എന്തു പറ്റി അമര? പെട്ടെന്നെന്താ മുഖത്തിനൊരു മാറ്റം? ആ മാറ്റം നിരീക്ഷിച്ചിട്ടെന്നോണം മാധുരി ആരാഞ്ഞു. അത് പിന്നെ മാധു, നിന്റെ കയ്യിൽ കുറച്ച് പണമുണ്ടാകുമോ? സ്വർണ്ണ നാണയങ്ങൾ? അമരേന്ദ്രൻ ആവശ്യം അറിയിച്ചു. അത് കേട്ട് മാധുരി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും അമരേന്ദ്രൻ തന്നോട് പണമോ സ്വർണ്ണ നാണയങ്ങളോ ആവശ്യപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിനത് ആവശ്യമില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ എല്ലാ ആവശ്യങ്ങളും പാഞ്ചാലരാജൻ അതാത് സമയത്ത് തന്നെ നിറവേറ്റി കൊടുക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതെന്തു പറ്റി? തുടങ്ങിയ ആലോചനകളിൽ മുഴുകി നിന്ന മാധുരിയോട് അമരേന്ദ്രൻ വിശദീകരിക്കുന്ന മട്ടിൽ പറഞ്ഞു. പണം ചോദിച്ചാൽ പിതാവ് തരാനിട്ടല്ല മാധു. നിനക്കറിയാമല്ലോ, പിതാവ് നമ്മുടെ ഒരു ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും എതിര് നിൽക്കുന്ന ആളല്ല. പക്ഷേ ഈ ഒരു അവസരത്തിൽ പണം ചോദിക്കാൻ എനിക്കെന്തോ ഒരു മനപ്രയാസം. അദ്ദേഹം ആകപ്പാടെ വിഷമിച്ചിരിക്കുകയായിരിക്കും. ഞാൻ കാരണം അദ്ദേഹവും എല്ലാവരാലും പരിഹസിക്കപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇങ്ങനെ ഒരു അവസ്ഥയിൽ എനിക്ക് സഹായം ചോദിക്കാൻ നീയല്ലാതെ വേറെ ആരുമില്ല. നിസ്സഹായത കൊണ്ട് ചുവന്ന തൊടുത്ത അമരേന്ദ്രനെ നോക്കി മാധുരി പറഞ്ഞു. അമര, നീ ഇത്രയൊന്നും വിശദീകരിച്ച് ബുദ്ധിമുട്ടേണ്ടതില്ല. എനിക്ക് മനസ്സിലാവും. എന്റെ കയ്യിൽ 1000 സ്വർണ്ണ നാണയങ്ങളുണ്ട്. അത് തികയുമോ നിന്റെ ആവശ്യങ്ങൾക്ക്? കൂടുതൽ വേണമെങ്കിൽ ഞാനൊന്ന് ശ്രമിക്കട്ടെ. നമുക്ക് വഴിയുണ്ടാക്കാം. ഈ സഹായത്തിന് എങ്ങനെ നന്ദി പറയണം എന്ന് എനിക്കറിയില്ല മാധുരി. ഇപ്പോൾ നീ ചെയ്യുന്ന സഹായത്തിനുള്ള ഫലം ഭാവിയിൽ നിനക്ക് കാണാനാകും. അന്ന് മറ്റാരേക്കാളും അതിൽ സന്തോഷിക്കുക നീ ആയിരിക്കും. അമരേന്ദ്രൻ നന്ദിയോടെ പറഞ്ഞു നിർത്തി. എന്താ അമര, ഈ നന്ദി പറച്ചിലിന്റെ എല്ലാം ആവശ്യമുണ്ടോ നമുക്കിടയിൽ? ഒരു അത്യാവശ്യമില്ലാതെ നീ എന്നോട് പണം ചോദിക്കില്ലെന്ന് എനിക്കറിയാമല്ലോ. അതുകൊണ്ട് നീ കൂടുതൽ നന്ദിയൊന്നും പറയണ്ട. വിരോധമില്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? മാധുരി ആകാംക്ഷ അടക്കാനാവാതെ ചോദിച്ചു. നിനക്ക് എന്തിനാണ് പെട്ടെന്ന് ഇത്രയും പണം? എന്ത് വാങ്ങിക്കുന്നതിനാണ്? ഞാനും വരട്ടെ. ദിവസചന്തയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം, അത്രയേ ഉള്ളൂ. നിനക്ക് ഒഴിവാണെങ്കിൽ നമുക്കിപ്പോൾ തന്നെ പുറപ്പെടാം. അമരേന്ദ്രൻ ഉത്തരം നൽകി. പാഞ്ചാല നാടിന് കിഴക്കേ അതിലുള്ള ദിവസചന്ത ലക്ഷ്യമാക്കി അമരേന്ദ്രനും മാധുരിയും യാത്ര ആരംഭിച്ചു. അതേസമയം ചാരൻ നിഘണ്ടൻ അവരുടെ സംഭാഷണങ്ങൾ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. വാസുകിയുടെ നിർദ്ദേശപ്രകാരം അമരേന്ദ്രന്റെ എല്ലാ പ്രവൃത്തികളും അയാളുടെ പൂർണ്ണ നിരീക്ഷണത്തിലായിരുന്നു. സംജാതമായ അപകടത്തെക്കുറിച്ച് അറിയാതെ അമരേന്ദ്രനും മാധുരിയും മറ്റ് കാവൽക്കാരുടെയൊന്നും അകമ്പടിയില്ലാതെ ദിവസചന്തയിലെത്തി. രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള കച്ചവടക്കാരും കൃഷിക്കാരും അന്യദേശ വാണിഭക്കാരുമെല്ലാം നിറഞ്ഞ സാമാന്യം വലിയൊരു ചന്തയായിരുന്നു അത്. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി അമരേന്ദ്രന്റെ മുത്തച്ഛൻ സ്ഥാപിച്ചതായിരുന്നു ഇത്തരം ദിവസചന്തകൾ. സാധാരണ ജനങ്ങൾക്ക് വിലക്കുറവിൽ സാധനങ്ങൾ വാങ്ങിക്കാനും കർഷകർക്ക് നേരിട്ട് കച്ചവടം ചെയ്യാനും ഇത്തരം ചന്തകൾ അവസരമൊരുക്കി. രാജ്യത്തിന്റെ തന്നെ പ്രധാന വരുമാന സ്രോതസ്സുകളിൽ ഒന്നാണ് ദിവസചന്തകൾ. കർഷകർക്ക് വളരെ കുറഞ്ഞ കപ്പം കിട്ടിക്കൊണ്ട് അവിടെ കച്ചവടം നടത്താമായിരുന്നു.
ഇടനിലക്കാരുടെ ചൂഷണങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ ഇത് കർഷകരെ രക്ഷിച്ചു. അന്യദേശ കച്ചവടക്കാർക്ക് സ്വദേശികളെക്കാൾ കപ്പം കൂടുതൽ നൽകേണ്ടി വന്നിരുന്നു. സാമാന്യം നല്ല തിരക്കുണ്ടായിരുന്ന സമയത്താണ് അമരേന്ദ്രനും കൂട്ടുകാരിയും അവിടെ എത്തിയത്. ചന്തയുടെ കവാടത്തിൽ നിന്ന് ഔഷധ സസ്യങ്ങൾ വിൽക്കുന്ന ഭാഗത്തേക്കുള്ള വീതി പകുതി പിന്നിട്ടപ്പോൾ തന്നെ എന്തോ ഒരു അപായ സൂചന അമരേന്ദ്രന്റെ മനസ്സിനെ ഗ്രസിച്ചിരുന്നു. ചന്തയുടെ പല ഭാഗങ്ങളിലായി കാവൽ ഭടന്മാർ നിലയുറപ്പിച്ചിട്ടുണ്ടെങ്കിലും കച്ചവടത്തിനോ സാധനങ്ങൾ വാങ്ങിക്കുന്നതിനോ അല്ലെന്ന് തോന്നിക്കുന്ന ചിലർ സംശയാസ്പദമായി അമരേന്ദ്രനെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അവർ ഒറ്റുകാരായിരിക്കും എന്ന് അദ്ദേഹം മനസ്സിൽ കണക്ക് കൂട്ടി. നമസ്കാരം യുവരാജൻ. നമസ്തേ മാധുരി ദേവി. പിന്നിൽ നിന്നുള്ള അപ്രതീക്ഷിതമായ ശബ്ദം കേട്ട് ഇരുവരും തിരിഞ്ഞു. ദിവസചന്തയുടെ മുഖ്യ കാവൽക്കാരൻ സേനാപതിയായിരുന്നു അത്. ഞാൻ സേനാപതി, ദിവസചന്തയുടെ മുഖ്യ സുരക്ഷാ ഉദ്യോഗസ്ഥനാണ്. അങ്ങിവിടേക്ക് വരുന്നത് മുൻകൂട്ടി അറിയിച്ചിരുന്നെങ്കിൽ കൊട്ടാരം മുതൽ തന്നെ കാവൽക്കാർ അങ്ങയെ അനുഗമിക്കുമായിരുന്നല്ലോ. അത് സാരമില്ല സേനാപതി. അങ്ങയെ ഞാൻ പലപ്പോഴും കൊട്ടാരത്തിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ഞങ്ങൾ പെട്ടെന്ന് പോകും. നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി തുടരാവുന്നതാണ്, അമരേന്ദ്രൻ സേനാപതിയെ അറിയിച്ചു. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അങ്ങയുടെ സുരക്ഷയുടെ പൂർണ്ണ ഉത്തരവാദിത്തം എനിക്കാണ്. ഞങ്ങൾ എല്ലാ സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട് യുവരാജൻ. അങ്ങേക്ക് തടസ്സമുണ്ടാക്കാത്ത രീതിയിൽ ഞങ്ങൾ ഞങ്ങളുടെ കർത്തവ്യം നിർവഹിച്ചു കൊള്ളാം. ഇതും പറഞ്ഞുകൊണ്ട് സേനാപതി പിൻവാങ്ങി. എന്നാൽ ചന്തയിലെ സാഹചര്യം അത്ര പന്തിയല്ലെന്ന് മാധുരിക്കും തോന്നി തുടങ്ങിയിരുന്നു. അത് ശരിവെക്കുന്ന തരത്തിൽ അങ്കുലീയത്തിൽ നിന്ന് അമരേന്ദ്രന് മാത്രം കേൾക്കാൻ കഴിയുന്ന വരുണമിത്രന്റെ ശബ്ദമുയർന്നു. താങ്കളുടെ ഉൾക്കാഴ്ച വളരെ ശരിയാണ് കുമാര. ഇവിടെ ആകെ ഒരു അശുഭലക്ഷണം കാണുന്നുണ്ടല്ലോ. എന്തായാലും ജാഗരൂകനായിരിക്കുക. നമ്മുടെ ഔഷധക്കൂട്ട് ഒരിക്കലും മറ്റൊരാളുടെ കയ്യിൽ എത്തരുത്. കുമാരന് പിന്നാലെയുള്ള ശത്രുക്കളുടെ നോട്ടങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുക. സന്ദർഭോചിതമായി പ്രവർത്തിക്കുക. വരുണമിത്രന്റെ താക്കീത് കൂടി കേട്ടുകഴിഞ്ഞപ്പോൾ അമരേന്ദ്രൻ കൂടുതൽ ശ്രദ്ധാലുവായി. അദ്ദേഹം എത്രയും പെട്ടെന്ന് ഔഷധക്കൂട്ടുകൾക്ക് വേണ്ട ഔഷധ സസ്യങ്ങൾ വാങ്ങി മാധുരിയെ ഏൽപ്പിച്ചു. ഒപ്പം ഒരു മാണിക്കക്കല്ലും. മാധുരി, എനിക്കെന്തോ പന്തികേട് മണക്കുന്നുണ്ട്. നീ എത്രയും പെട്ടെന്ന് ഈ സാധനങ്ങളുമായി കൊട്ടാരത്തിലേക്ക് പോവുക. ഞാൻ പിന്നാലെ ഉണ്ടാകും. അവിടെ നിൽക്കുന്ന ഒരു കൂട്ടം മനുഷ്യരെ കണ്ടോ? അവർ ചാരന്മാരാണോ എന്നൊരു സംശയം. ഞാനൊന്ന് പരിശോധിക്കട്ടെ. ചന്തയുടെ പടിഞ്ഞാറ് ഭാഗത്തെ അധികം ആൾത്തിരക്കില്ലാത്ത പാതയിലൂടെ വേണം നീ പോകാൻ. പെട്ടെന്ന് തന്നെ പോവുക. നമ്മൾ സുരക്ഷിതരല്ല. ഒരു കാരണവശാലും ഈ സഞ്ചി ശത്രുക്കളുടെ കയ്യിൽ എത്തരുത്. ഇതും പറഞ്ഞ് അമരേന്ദ്രൻ ധൃതിയിൽ തിരിഞ്ഞു നടക്കാൻ ആരംഭിച്ചു. അമര, നിന്നെ ഇവിടെ തനിച്ചു വിട്ട് ഞാൻ പോകില്ല. നമുക്ക് ഒരുമിച്ച് പോകാം. നീ എന്നെ നിർബന്ധിക്കരുത്, മാധുരി കേഴുന്നത് പോലെ പറഞ്ഞു. ഇല്ല മാധു, എനിക്കൊന്നും സംഭവിക്കില്ല. നീ ദയവായി ഞാൻ പറയുന്നത് കേൾക്കൂ. ഞാൻ നിന്റെ പുറകിൽ തന്നെയുണ്ട്. വേഗമാവട്ടെ. അമരേന്ദ്രൻ തിടുക്കം കൂട്ടി. മനസ്സില്ലാ മനസ്സോടെ മാധുരി പടിഞ്ഞാറ് ദിശയിലേക്ക് നടന്നു. ചന്തയിൽ നിന്ന് പുറത്തു കടക്കാൻ അമരേന്ദ്രൻ മറ്റൊരു വഴി തിരഞ്ഞെടുത്തു. അവിടെ നിന്ന് മാധുരി പോയ വഴിയിലേക്കുള്ള കുറുക്ക് വഴിയിലേക്ക് കയറാമെന്ന് അമരേന്ദ്രൻ കണക്കുകൂട്ടി. പൊടുന്നനെയാണ് അത് സംഭവിച്ചത്. ഔഷധ സസ്യങ്ങളുമായി തനിച്ചു നീങ്ങിയ മാധുരിക്ക് മുന്നിൽ ഒരാൾ ചാടി വീണു. അപ്രതീക്ഷിതമായ ആ നീക്കത്തിൽ മാധുരി ഭയന്ന് 2 ചുവടുകൾ പിന്നോട്ട് മാറി. ആളൊഴിഞ്ഞ ആ പാതയിൽ മാധുരിയും അയാളും മാത്രമായി. ആരാണയാൾ? മാധുരിയുടെ രക്ഷകനായി അമരേന്ദ്രൻ എത്തുമോ?